ദൈവത്തിന് മഹത്വം. നമുക്ക് യാവർക്കും തെരിഞ്ഞ സത്യം, എല്ലാവർക്കും അറിയാവുന്ന സത്യമാണത്. இந்த സത്യത്തെ നിങ്ങൾ മറ്റുള്ളവർക്ക് ചൊല്ലിക്കൊടുക്കണം. എന്നാൽ നിങ്ങൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കണം. ഞങ്ങളുടെ സഭ പോകും എന്ന് നാം சொல்லணும். ഞങ്ങളുടെ സഭയാണ് കർത്താവിന്റെ വരവിൽ പോവുക എന്ന് നിങ്ങൾ പറയരുത്. ഇങ്ങനെ സഭയ്ക്ക് മുഖ്യത്വമില്ല, സഭയ്ക്ക് ഇവിടെ പ്രാധാന്യമില്ല. ദൈവത്തിന് മഹത്വം. സത്യത്തിന് താൻ മുഖ്യം, സത്യത്തിനാണ് പ്രസക്തി. സത്യത്തെയും അറിവീர்கள் സത്യം ഉങ്ങളെ വിടുതലയാകും. നിങ്ങൾ സത്യം പറയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. താൻ മുഖ്യം. സത്യമാണ് ഒരു ഞാനേ വഴിയും സത്യവും ജീവനും എന്ന് യേശു சொன்னார். യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. എന്ന സഭയും ആരംഭിക്കവില്ല. കർത്താവായ യേശു ഒരു സഭയും സ്ഥാപിച്ചിട്ടില്ല. ദൈവത്തിന് മഹത്വം. ശരീരமான സഭയെ കുറിച്ച് നാം വാസിക്കും. എന്നാൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ കുറിച്ച് എടുത്തുകൊള്ളപ്പെടുമെന്ന് ആരാവത് കേട്ടാൽ, ആരെടുക്കപ്പെടുമെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ ഒന്നും പോകാതെ നാം ഞങ്ങളുടെ സഭക്കാർ പോകും, നിങ്ങളോ നിങ്ങളുടെ സഭയോ പോകില്ല എന്ന് പറയരുത്. വലിയ തവർ, അതൊരു വലിയ തെറ്റ്. അവിടെ ഒരു ഉപദേശമില്ല, അതിന് തെളിവായ ഉപദേശമോ വചനങ്ങളോ ഇല്ല. അപ്പടി சொல்ல வேண்டும் என்று വേദാന്തം ഒരു വസനവും ഇല്ല. അങ്ങനെ ബൈബിൾ പറയൂ, അങ്ങനെ പറയണമെന്ന് ബൈബിളിൽ ഒരു വാക്യവുമില്ല. തെളിവാക കർത്തരുടെ വരുകയിൽ യാർ എടുത്തുകൊള്ളപ്പെടുവാர்கள் പല വസനത്തോടെ നാം വിളങ്ങി. എന്നാൽ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുമെന്നുള്ളതിന് ആധാരമായ സ്പഷ്ടമായ പല വചനങ്ങൾ കാണാം. അത് നിങ്ങൾക്ക് അനേകർക്കും തെരിഞ്ഞ സത്യം. ഇതെല്ലാം നിങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിനും അറിയാവുന്നതാണ്. പുതിയ ഒരു സത്യമല്ല, ഞാൻ തികച്ചും പുതിയൊരു കാര്യമല്ല പറയുന്നത്. ഇപ്പോൾ നമ്മുടെ സഭ ആരംഭിച്ച് 104 வருடമായി. നമ്മുടെ ഈ സഭ തുടങ്ങി 104 വർഷമായി. 1923 ആണ്ടിൽ 1923 സിലോൺ പട്ടണത്തിൽ இந்த സഭയെ പോളാല ദേവൻ ആരംഭിച്ചു. സിലോണിൽ അദ്ദേഹം പാസ്റ്റർ പോളിൽ കൂടി കർത്താവ് വേലി ആരംഭിച്ചു. ദൈവത്തിന് മഹത്വം. ഇപ്പൊ 104 வருடമായി. ഇത് 104ാമത്തെ വർഷമാണ്. എത്രയോ പോരാട്ടങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ വന്നത്. പല പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, പോരാട്ടങ്ങൾ നേരിട്ടു. ദൈവത്തിന് മഹത്വം. പഴയ വിശ്വാസികൾക്കും പഴയ ഊഴിയർക്കും അത് தெரியும். മുൻകാല വിശ്വാസികൾക്കും വേലക്കാർക്കും ഇതൊക്കെ അറിയാം. നേരത്തെ പാസ്റ്റർ ജേക്കബ് അവர்கள் അതേക്കുറിച്ച് കൊഞ്ചും சொன்னார்கள். അതിനെ കുറിച്ച് അല്പമായി പരാമർശിച്ചു. നമ്മുടെ പഴയ ചരിത്രങ്ങൾ, അനുഭവങ്ങൾ ഒരുപോലും നാം മറക്കக்கூடாது. നമ്മുടെ പൂർവ്വ ചരിത്രവും അനുഭവവും നമ്മൾ ഒരിക്കലും നമുക്ക് എല്ലാവിധமான വസതിയും നോക്കിയാൽ സൗകര്യങ്ങളെല്ലാം ഉള്ളത് കാണാം. ഇതെല്ലാം എപ്പോഴും വന്നത്. പക്ഷെ ഇതൊക്കെ എന്തുണ്ടായി? ദേവനക്ക് ദൈവത്തിന് മഹത്വം. എത്രയോ പരിശുദ്ധവാന്മാരുടെ കണ്ണീരിനാലെ താൻ ഇതെല്ലാം ഒഴിവാക്കപ്പെട്ടു. എത്രയോ അനവധിയായ വിശുദ്ധന്മാരുടെ കണ്ണീരിന്റെ ഫലമായിട്ടാണ് ഇതെല്ലാം ഉണ്ടായത്. ഇത് ദേവനുടെ നീതി, ഇതാ ദൈവത്തിന്റെ നീതി മാത്രം. എന്നാൽ ഇപ്പോൾ ഒരു ഊഴിയക്കാരൻ വന്നാൽ, ഇപ്പോഴൊരു വേലക്കാരൻ വന്നാൽ, പുതു ഊഴിയക്കാരൻ പുതുതായിട്ട് വരുമ്പോൾ അവനക്ക് ഇതൊന്നും தெரியாது. ഈ പഴയ കാര്യങ്ങളൊന്നും അറിയാത്തവനായിട്ടാണ് വരുന്നത്. അതിനാലാണ് ഡിസിപ്ലിൻ ഇല്ലാമ അങ്ങേ ഇങ്ങേ 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 ഓടുകയാണ്. അതുകൊണ്ടാണ് അച്ചടക്കരഹിതമായി അങ്ങനെ എങ്ങും ഓടി നടക്കുന്നത്. കാരണം അവർക്ക് ഡിസിപ്ലിൻ എന്നാണ് தெரியாது. ആ അച്ചടക്കം എന്തെന്ന് അറിയില്ല. ദേവ ജനങ്ങൾ യാരെന്ന് தெரியாது. ആരാണ് ദൈവജനമെന്നുള്ള അറിവില്ല. ഇപ്പൊ ചില പുതു ഊഴിയர்கள் പുതുതായിട്ട് വരുന്നവർ വിശ്വാസികളെ എടോന്ന് കൂപ്പിടുന്ന, വിശ്വാസികളെ എടോന്ന് വിളിക്കുന്നവരുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസവും അവർക്ക് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ആരെയും അഭിസംബോധന ചെയ്യരുത്. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഒന്നിൽ അന്തந்த ദേശத்துக்கு ஏற்றபடி ஐயா என்று கூப்பிடலாம், அப்பச்சா என்று கூப்பிடலாம், இல்லைങ്കിൽ பிரதர் என்றாவது கூப்பிடலாம். അതാത് ദേശത്തുള്ളത് പോലെ അവിടെ ബ്രദർ എന്നോ അപ്പച്ച എന്നോ അച്ചായ എന്നൊക്കെ വിളിക്കാം. அப்படிப்பட்டதான ஊழியர்கள் ശരിயான നടപടിക്ക് ഏർപ്പെട്ട് നടപടിക്ക് എടുക്കുന്നത്. അങ്ങനെയുള്ള വേലക്കാർക്ക് ശരിയായ അച്ചടക്ക നടപടികൾ രക്ഷിപ്പില്ല, അവരുടെ ജീവിതത്തിൽ രക്ഷയില്ല. യേശു കൂടെ அப்படி சொல்லவில்லை. യേശു പോലും ഇങ്ങനെ വിളിക്കുന്നില്ല. യേശു என்ன சொன்னார்? യേശു എന്താണ് പറയുന്നത്? രക്ഷിക്കപ്പെട്ടവരെ എബ്രായർ 2-ാം അധ്യായം 11-ാം വചനത്തെ വായിക്കുമ്പോൾ, എബ്രായർ 2:11 വായിക്കുമ്പോൾ, അവർ എൻ സഹോദരങ്ങൾ എന്ന് അழைക്കപ്പെടും. അവരവരെ സഹോദരന്മാർ എന്ന് വിളിക്കുവാൻ ലജ്ജിച്ചില്ല. സഹോദരങ്ങൾ, സഹോദരന്മാർ, സഹോദരികൾ, എന്റെ സഹോദരിമാർ. അതിനാണ് 133-ാം സംഗീതത്തെ നാം വായിക്കുമ്പോൾ, അതുകൊണ്ടാണ് 133-ാം
സഹോദരർ ഒരുമിച്ച് വാസമായിരിപ്പത് എவ்வளவு ഇன்பവും നന്മയുമായിരിക്കും. ഇതാ സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. സഹോദരർ സഹോദരൻ അത് ആണുമുണ്ട് പെണ്ണുമുണ്ട്. അതിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. സഹോദരൻ യേശു കൂപ്പിടുക സഹോദരൻ എന്ന് കൂപ്പിടർക്ക് നാം ദുഃഖപ്പെടുവതില്ലേ. യേശുവിനെ കുറിച്ച് പറയുന്നത് അവരെ സഹോദരന്മാരെന്ന് വിളിക്കുവാൻ ലജ്ജിച്ചില്ല. அப்படின்னா നമ്മുടെ സഭയിൽ യാരും മുതിർന്നവരെ പാർത്ത് പേരോ ഇല്ലെങ്കിൽ ഇതേപോലത്തെ കാര്യങ്ങളെ ചൊല്ലി കൂപ്പിടക്കൂടാ. ആകയാൽ മുതിർന്നവരെ നമ്മുടെ സഭയിൽ ആരും പേര് വിളിച്ച് അല്ലെങ്കിൽ ഈ വിധത്തിലുള്ള പ്രയോഗത്താലോ വിളിക്കരുത്. ഞാൻ വിശ്വാസികളെയും അழைക്കക്കൂടാ. വിശ്വാസികൾ തമ്മിൽ ഇങ്ങനെ വിളിച്ചുകൂടാ. அப்படி நீங்கள் அழைத்தால் അങ്ങനെയാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ ശരിയായ നടപടിക്ക് ഉണ്ടാകും. അതിനും ശരിയായ നടപടി ഉണ്ടാകും. നാം ഒരു കുടുംബം, നമ്മുടെ ഒരു കുടുംബം, ഈ കുടുംബത്തെ നാം പാതുകാക്ക വേണം. നാം ഈ കുടുംബത്തെ സംരക്ഷിക്കണം. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. നമുക്ക് എന്ത് വിധமான വ്യത്യാസമില്ല. നമുക്ക് യാതൊരു വിധമായ വ്യത്യാസം ചെയ്യുന്ന ഊഴിയം നിങ്ങൾക്ക് തെരിയും. നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ നിങ്ങൾക്കറിയാം. ഉത്തരവാദത്തിലെ ഊഴിയം, നിരപ്പിന്റെ ശുശ്രൂഷ. ഉത്തരവാദത്തിലെന്ന് ചൊല്ലുമ്പോൾ എന്ത് വിധமான വ്യത്യാസമില്ല. ആ നിരപ്പിന്റെ ശുശ്രൂഷയിൽ ഒരു വിവേചനമില്ല. ഭാഷ വ്യത്യാസമില്ല, ഭാഷാ വിവേചനമില്ല, പണ വ്യത്യാസമില്ല, സാമ്പത്തിക വിവേചനമില്ല, നിറ വ്യത്യാസമില്ല, വർണ്ണ വിവേചനമില്ല, വ്യത്യാസമില്ല, വിവേചനമില്ല, ഒരു വ്യത്യാസമില്ല, ഒരു വിവേചനവുമില്ല. അത് നാം ഒരേ പായിൽ ഉட்கார்ந்து ഒരേ സാപ്പാട് നാം സാപ്പിടും. പരിച്ചപ്പായിൽ നിന്ന് നൽകുന്ന ഒരേ ആഹാരം ഭക്ഷിക്കുന്നു. അതിനാലത്താൻ മദ്രാസിൽ ഒരു പെരിയ മനുഷ്യനിരുന്നാൽ EVR എന്നൊരാളുണ്ടായിരുന്നു. പെരിയാർ എന്ന് ചൊല്ലും. EV രാമസ്വാമി നായ്ക്കർ അഥവാ പെരിയാർ എന്ന തമിഴ്നാട്ടുകാർ അവരുടെ തിട്ടൽ തന്റെ ആ ഒരു മണ്ഡപം നമുക്ക് ആരാധനയ്ക്ക് കൊടുപ്പാണ്. ആ മണ്ഡപം നമുക്ക് ആരാധനയ്ക്ക് നൽകും. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. அப்ப எல்லாரும் கேட்டாங்க, நீங்க தெய்வம் இல்லை என்று சொல்றீங்க, வேற தெய்வத்தை குறித்து பிரசனம் பண்றதுக்கு உங்களோட திடல் கொடுக்குறீங்களே. നാസ്തികരായിരിക്കുമ്പോൾ തന്നെ ദൈവത്തെ കുറിച്ച് പ്രസംഗിക്കുവാൻ ഈ മണ്ഡപം വിട്ടുകൊടുക്കുന്നല്ലോ, അതിലെന്ത് യുക്തി? அவர் சொன்ன பதில் என்ன? താൻ നൽകിയ മറുപടി, நீங்க வந்து பாருங்க, നിങ്ങൾ വന്ന് കാണും. ഞാൻ പ്രസംഗം பண்ணுகிறேன், ഞാൻ പ്രസംഗിക്കുന്നു. വ്യത്യാസമില്ലാതെ ജീവിക്ക വേണ്ടും, വിവേചനമില്ലാത്ത ജീവിതമാണ് വേണ്ടത്. ജാതി വ്യത്യാസം എടുക്കக்கூடாது, ജാതി വിവേചനം അരുത്, മറ്റു വ്യത്യാസങ്ങൾ എടുക്കக்கூடாது, മറ്റ് വിവേചനങ്ങൾ അരുത്, പഠിച്ചവർ പഠിക്കാത്തവരുടെ വ്യത്യാസം, പണ്ഡിതൻ പാവരിൽ നിന്ന് വിവേചനം അരുത്. ஆனால் നடைമുറയിൽ കൊണ്ടുവരാൻ முடிகிறதில்லை. എന്നാൽ എന്റെ ആശയം അതൊരിക്കലും പ്രാവർത്തികമാക്കുവാൻ കഴിയുന്നില്ല. അത് இந்த ജനങ്ങളെ പാരുங்கள், ഞാൻ ഈ സമൂഹത്തെ നോക്കൂ. ഞാൻ சொன்னதான കാര്യത്തെ ഞാൻ പറഞ്ഞ ആശയം മുറയിൽ കൊണ്ടുവരികയാണ്. എന്റെ ആശയം പ്രയോഗവൽക്കരിക്കുന്ന സമൂഹമാണിവർ. അവർ പല ജാതികളുണ്ട്, അവരുടെ എത്രയോ ജാതികളുണ്ട്, പല പഠിച്ചവരുണ്ട്, അതിൽ വിദ്യാസമ്പന്നരുണ്ട്, ഉയർന്ന മനുഷ്യനുണ്ട്, ഉന്നത ശ്രേണിയിലുള്ള മനുഷ്യനുണ്ട്, താഴ്ന്ന ശ്രേണിയിലുള്ളവരുണ്ട്. ஆனால் അവരെല്ലാവരും ദേവസമൂഹത്തിൽ പായിൽ ഉட்கார்ந்து ഒരേപോലെ ദേവനെ ആരാധിക്കുകയാണ്. എന്നാൽ ദൈവശ്രേണിയിൽ ഒരുപോലെ പായിൽ നിന്ന് അവരെല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നു. അവരും കൂട്ടത്തിക്ക് വരുവാർ, താഴെ യോഗത്തിന് വരും. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. പാസ്റ്റേഴ്സ് മധ്യയിൽ വ്യത്യാസമില്ല, പാസ്റ്റർമാരുടെ ഇടയിൽ വിവേചനമില്ല, മധ്യയിൽ വ്യത്യാസം, മറ്റ് ശുശ്രൂഷകർക്ക് വിവേചനമില്ല, വിശ്വാസികൾക്ക് വ്യത്യാസം, വിശ്വാസികൾ വിവേചനമില്ല. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അതൊക്കെ പിറകെ அவங்க എല്ലാവർക്കും സാപ്പാട് കൊടുവാർ. ഇതാ പിന്നീട് എല്ലാവർക്കും ഒരു ഭക്ഷണം കൊടുക്കുന്നു. എല്ലാവർക്കും ഒരേ സാപ്പാട്, എല്ലാവർക്കും ഒരേ ഭക്ഷണമാണ്. അതിൽ വ്യത്യാസം, അതിൽ വിവേചനമില്ല. പണക്കാർക്ക് തനിയൊരു സാപ്പാട്, ആ ധനികർക്ക് പ്രത്യേക ഭക്ഷണം, പണമില്ലാത്തവനക്ക് അത് വേറെ സാപ്പാട്, പണമില്ലാത്തവർക്ക് കുറഞ്ഞ ആഹാരം, പണമില്ലാത്തവനക്ക് പ്ലെയിൻ ടീ, പണമില്ലാത്തവന് കട്ടൻ ചായ, പണമുള്ളവനക്ക് പാൽ ടീ, പണമുള്ളവന് നല്ല പാലൊഴിച്ച ചായ. അവിടെപ്പെട്ട വ്യത്യാസം ഇപ്പൊ നമ്മുടെ മധ്യയിൽ വന്ന് തുടങ്ങുന്നത്. ഇതൊക്കെ തുടങ്ങി. അതൊക്കെ നിപ്പാട്ടണം, ഞാൻ അതൊക്കെ നിർത്തേണ്ടതാണ്. ഇല്ല ദേവൻ നിപ്പാട്ടണം, അല്ലെങ്കിൽ ദൈവമായിട്ട് അവസാനിപ്പിക്കും. ഇത് ഉപ്രവാഹത്തിലെ ഒഴി, ഇത് നിരപ്പിന്റെ ശുശ്രൂഷ. 104 வருடமாக 104 ആണ്ടുകളായി ഇതേ ഉപദേശത്തെ നാം പ്രസംഗം കൊണ്ടു. നാം ഇതേ ഉപദേശം പ്രസംഗിച്ചുകൊണ്ടേ വരുന്നു. മുഴു ഉലകത്തിലും ഒരേ ദൂത് പ്രസംഗം, സർവ്വലോകത്തിലും നൽകുന്ന നമ്മുടെ ദൂത്
ഒന്ന് തന്നെയാണ്. പോലെ താൻ ജീവിക്കണം. അതുപോലെ തന്നെയാണ് ജീവിക്കുന്നത്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. இந்த ஊழியத்தை அழிக்கும்படி சாத்தான் மிகவும் பிரயாசப்படுகிறான். നമ്മുടെ പേരെ തകർക്കുവാൻ സാത്താൻ കഠിനാധ്വാനം ചെയ്യുന്നു. அதனால தான் எருசலேமின் സമാധാനത്തിനാக നാം വേണ്ടിക്കൊള്ള வேண்டும் എന്ന് വേദത്തിൽ വാസിക്കുന്നു. അതുകൊണ്ടാണ് ബൈബിളിൽ വായിക്കുന്നത് യെരൂശലേമിന് സമാധാനത്തിനായി പ്രാർത്ഥിപ്പിൻ. ഇനി കർത്തരുടെ വരികയിൽ യാർ എടുത്തുകൊള്ളപ്പെടും? നമ്മുടെ വിഷയം കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്നതാ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. കർത്തരുടെ വരികയ്ക്ക് 3 ആമുഖമുണ്ട് എന്ന് നമുക്ക് യാവർക്കും தெரியும். നമുക്കറിയാം കർത്താവിന്റെ വരവിന് 3 ഘട്ടങ്ങളുണ്ട്. അവന്റെ രഹസ്യ വരിക, ഒന്ന് രഹസ്യ വരവ്, രണ്ടാമത് ഉപദ്രവകാലത്തിലെ വരിക, പീഡാകാലത്തിലുള്ള വരവ്, അടുത്തത് 1000 സാക്ഷിക്കുള്ളതാണ് ബഹിരംഗ വരവ്. 1000 ആണ്ട് വാഴ്ചയ്ക്കായുള്ള പരസ്യമായ വരവ്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഒരേ ഒരു മുறை വന്ന് പോകുന്നതല്ല, ഒരിക്കൽ വന്നു പോവുകയില്ല. രഹസ്യ വരിക, രഹസ്യാഗമനം, അത് മണവാട്ടിക്കാകെയുള്ള വരിക, അത് മണവാട്ടിയെ ചേർക്കുവാനുള്ള വരവ്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഉപദ്രവകാലത്തിന് മധ്യയിൽ പീഡാകാലമധ്യേ അവരുടെ അടയാളം മാനത്തിൽ വിളക്കും എന്ന് നാം വേദത്തിൽ വാസിക്കുന്നു. തന്റെ അടയാളങ്ങൾ ആകാശത്തിൽ പരസ്യമായി വിളക്കും. ഉപദ്രവകാലത്തിലെ രക്തസാക്ഷികളെ ചേർക്കുപിടിക്കുള്ള വരിക. ആ വരവ് പീഡാകാല രക്തസാക്ഷികളെ ചേർക്കുവാൻ. 1000 സാക്ഷിക്ക് യേശുവും പരിശുദ്ധവാന്കളും എല്ലാവരും ഭൂമിയിൽ ഒലിവ് മലയിൽ ഇറങ്ങി വരുവാൻ. തുടർന്ന് 1000 ആണ്ട് വാഴ്ചയ്ക്കായി യേശുവിന്റെ വിശുദ്ധന്മാരും ഒലിവ് മലയിൽ ഇറങ്ങി വരും. ഇവിടെ അവരുടെ വരികയ്ക്ക് 3 പകുതികൾ ഉണ്ട് എന്ന് നാം പഠിക്കുന്നു. അങ്ങനെ കർത്താവിന്റെ പുനരാഗമനത്തിന് 3 ഘട്ടങ്ങളുണ്ടെന്ന് വായിക്കുന്നു. ഇത് രഹസ്യ വരികയെ കുറിച്ചതാണ് നമ്മുടെ ചിന്താ വിഷയം. എന്നാൽ നമ്മുടെ ചിന്താ വിഷയം തന്നെ രഹസ്യപരമാണ്. ഈ രഹസ്യ വരികയിൽ യാർ എടുത്തുകൊള്ളപ്പെടും? കർത്താവിന്റെ രഹസ്യവരവിൽ എടുക്കപ്പെടുന്നത് ആരായിരിക്കും? അത് പൂർണ്ണമാക്കപ്പെട്ട പരിശുദ്ധവാൻ, പൂർണ്ണരാകപ്പെട്ടതായ വിശുദ്ധന്മാർ. അവരുടെ നിത്യ മണവാട്ടി, അവരാണ് നിത്യ മണവാട്ടി. അവരെ കുറിച്ച് 26 പേരുകൾ വേദത്തിൽ നാം വാസിക്കും. അവർക്ക് ബൈബിളിൽ നൽകിയിരിക്കുന്ന 26 പേരുകൾ കാണാം. വെളിപ്പെടുത്തുന്ന വിശേഷം എന്നൊരു പുസ്തകം നമുക്കുണ്ട്. നമ്മുടെ ബൈബിളിൽ വെളിപ്പാട് പുസ്തകം എന്നൊരു പുസ്തകമുണ്ട്. ദേവന് നിങ്ങൾ വാങ്ങി ഷെൽഫിലെല്ലാം വെച്ചിരിക്കുകയും അതിന്റെ വ്യാഖ്യാന പുസ്തകം നിങ്ങൾ വാങ്ങി ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. എല്ലാ വീട്ടിലും കാണും. ആ വ്യാഖ്യാന പുസ്തകം നിങ്ങളുടെ വീടുകളിലെല്ലാം കാണും. വീട്ടിൽ പോയി ഒന്ന് എടുത്തു പാരുക. അത് എടുത്തു നോക്കുക. അത് 12ാം അധികാരത്തെ നിങ്ങൾ എടുക്കുമ്പോൾ ആ വെളിപ്പാട് പുസ്തക വ്യാഖ്യാനത്തിന്റെ 12ാം അധ്യായം എടുത്തു നോക്കുമ്പോൾ அந்த സ്ത്രീയുടെ 26 പേരുകളെ നാം പാർക്കണം. ആ സൂര്യനെ അണിഞ്ഞ സ്ത്രീക്ക് നൽകിയ 26 പേരുകൾ കാണാം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അതെല്ലാം എടുത്തുകൊള്ളപ്പെടുന്ന സഭയുടെ തകുതിയെ വെളിപ്പെടുത്തും. അതെല്ലാം എടുക്കപ്പെടേണ്ട സഭയുടെ യോഗ്യതകളെ കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിന് മഹത്വം. അതിൽ ഒരു തകുതി ഞാൻ ഇപ്പോൾ சொல்ல പോകുന്നത്. ആ യോഗ്യതകളിൽ ഒന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എനിക്ക് ரொம்ப നേരം പേசுறதுக்கு இப்போது കഴിവില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് ഒരുപാട് സംസാരിക്കാൻ ശേഷിയില്ല. നേരത്തെ ഞാൻ ഉட்காரும். അല്പസമയം കഴിയുമ്പോൾ ഞാനിരിക്കും. അതിന് വേറൊരു പാസ്റ്റർ വന്ന് പേசுவார். പിന്നീട് ഒരു പാസ്റ്റർ വന്ന് സംസാരിക്കും. ദേവൻ അനുവദിച്ചാൽ ഞാനേ പേசி കൊടുത്തു. എന്നാൽ ദൈവം എന്നെ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ പ്രസംഗം പൂർത്തീകരിക്കും. എല്ലാത്തിനും ഒരു സമയമുണ്ട്. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പോ ഈ വിഷയം ഒരു മുഖ്യமான വിഷയം, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. എല്ലാ ക്രിസ്തവർക്കും എല്ലാ സഭയാർക്കും ഇത് തെളിവാக നാം சொல்ல வேண்டும். എല്ലാ സഭക്കാർക്കും ക്രിസ്ത്യാനികളോട് നമ്മൾ ഇത് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഞങ്ങൾ தான் എടുത്തുകൊള്ളപ്പെടും, ഞങ്ങൾ സഭയ്ക്ക് വാങ്ങുക എന്ന് നാം ഒരുവരെയും അടക്കലാതെ. ഞങ്ങളാണ് എടുത്തുകൊള്ളപ്പെടുക, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ സഭയിൽ വന്നാലേ പറ്റൂ എന്ന് പറഞ്ഞ് അടിപിടിക്കരുത്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഇനി നമ്മുടെ സഭ എന്ന് சொன்னால் എന്നാൽ നമ്മുടെ സഭ എന്ന് പറയുമ്പോൾ കുളപ്പടികൾ, എത്രയോ കുഴപ്പങ്ങൾ, എത്രയോ പ്രശ്നങ്ങൾ, എത്രയോ പോരാട്ടങ്ങൾ, എത്രയോ ന്യൂനതകൾ, പോരാട്ടങ്ങൾ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. പാസ്റ്റർ ഡോൺ അവരുടെ ഒരു ജീവചരിത്ര പുസ്തകത്തിൽ എഴുതിയിരുന്നു. പാസ്റ്റർ ഡോണിന്റെ ജീവചരിത്ര പുസ്തകത്തിൽ എഴുതപ്പെട്ട ഒരു കാര്യം 393 പേജുണ്ട്. അതിന് 393 പേജുകളുണ്ട്. അത് മുതൽ 9 പേജ്. ആദ്യത്തെ 9 പേജ്. 9ാം പേജിൽ ആ 9ാം പേജിൽ നിങ്ങൾ പഠിച്ചാൽ വായിച്ചാൽ പാസ്റ്റർ ഡോൺ கிட்ட ஒரு கேள்வி கேட்கிறான். പാസ്റ്റർ ഡോൺ അവர்கள் പാസ്റ്റർ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, நீங்க எப்போதும் மகிமையுள்ள சபை ഗ്ലോറിയസ് ചർച്ച് എന്നെല്ലാം சொல்றீங்களே, താങ്കൾ അടിക്കടി തേജസ്വേറിയ സഭ എന്നൊക്കെ ആണല്ലോ പറയുന്നത്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. പാസ്റ്റർ ഡോൺ സാധാരണ മനുഷ്യനല്ല. പാസ്റ്റർ ഡോൺ എന്ന് പറയുന്നത് ഒരു സാധാരണ കാലത്തില് അവർ പെരിയ പഠിച്ച
മനുഷ്യൻ, അന്ന് തന്നെ നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തി, പണക്കാരായ കുടുംബത്തിൽ പിറന്ന ഒരു ധനാഢ്യ കുടുംബത്തിൽ ജനിച്ചതാണ്. அது மட்டுமல்ல, പോരാഞ്ഞിട്ട് அந்த காலத்தில் ஓரல் ரோபோட்ஸ் என்றதான ஒரு பெரிய அற்புதம் செய்கிற மனுஷனுடைய விசேஷித்த சுவிசேஷகனாக ஊழியம் செய்த மனுஷன். ഓറൽ റോബർട്ട്സ് എന്ന അത്ഭുതം പ്രവർത്തിക്കുന്നതായ വ്യക്തിയുടെ ആ സംഘത്തിൽ ഒരു സ്പെഷ്യൽ ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് സേവനം ചെയ്ത ആളാണ്. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ஆனால் அவருக்கு அதில் ஒன்றும் சந்தோஷம் இல்லை. എന്നാൽ തനിക്കതിൽ വലിയ സന്തോഷമില്ല. பணத்தில் சந்தோஷம் இல்லை, ആ ലഭിച്ച പണത്തിൽ സന്തോഷമില്ല, தன் படிப்பில் சந்தோஷம் இல்லை, തന്റെ വിദ്യാഭ്യാസം തനിക്ക് സന്തോഷം കൊടുത്തില്ല, எதிலும் சந்தோஷம் இல்லை. മറ്റൊന്നിലും തനിക്ക് ഒരു സന്തോഷമില്ല. பரிசுத்த ஆவியானவர் அவரோடு பேசிக் கொண்டிருந்தார். ദൈവാത്മാവ് തങ്ങളോട് ഇടപെട്ടുകൊണ്ടേയിരുന്നു. நீ பிரதிஷ்டிக்கப்பட்ட ஊழியம் செய்ய வேண்டும், പ്രതിഷ്ഠിതമായ ഒരു ശുശ്രൂഷയാണ് விசுவாச ചെയ്യേണ്ടത്. ஜீவியம் செய்ய നീ வேண்டும். വിശ്വാസ ജീവിതമാണ് ചെയ്യേണ്ടത്. எல்லாவற்றையும் விட்டு நீ கர்த்தரை பின்பற்ற வேண்டும். നിനക്കുള്ളതെല്ലാം ത്യജിച്ച് നീ കർത്താവിനെ അനുഗമിക്കണം. நீ தியாகியாய் ஜீவிக்க வேண்டும். നീ ത്യാഗിയായി ജീവിക്കണം. இப்படி பல விஷயங்கள் வசனத்திலோட தேவன் அவரோடு பேசினார். ഇങ്ങനെ ദൈവാത്മാവ് എത്രയോ കാര്യങ്ങൾ തിരുവചനത്തിൽ കൂടെ തന്നോട് ഇടപെട്ടുകൊണ്ടിരുന്നു. உடனே வசனத்தின் மேல் கை வச்ச ஆண்டவரே, இந்த வசனத்தின்படி ஜீவிக்க என்ன ஒப்பு கொடுக்கிறேன், எனக்கு கிருபை 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 தாரும் என்று சொல்லி ஜெபிப்பான். ഞാൻ എപ്പോഴും ആ വചനത്തിൽ കൈവച്ച് കർത്താവിന്റെ വചനപ്രകാരം ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുവാനും. இப்படி ஜீவிக்கிறவங்க யார்? എന്നാൽ ഇങ്ങനെ ജീവിക്കുന്ന ഒരു സമൂഹമാണ്. விவாக ஜீவியம் இல்லாமல் யார் ஜீவிக்கிறார்? വിവാഹം കൂടാതെ ജീവിക്കുന്നവർ ആരാണ്? விசுவாசத்தில் ஜீவிக்கிறவங்க யார்? ആരാണ് വിശ്വാസത്തിൽ ജീവിക്കുന്ന സമൂഹം? தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. பிரதிஷ்டையில் ஜீவிக்கிறவங்க யார்? പ്രതിഷ്ഠയിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണ്. தியாகியாய் ஜீவிக்கிறவங்க யார்? ത്യാഗികളായി ജീവിക്കുന്നവരാണ്. அப்படியே இவர்கள் தேடிக்கொண்டிருந்தார். താൻ അങ്ങനെ ഒരു കൂട്ടത്തെ അന്വേഷിച്ചു. திடீரென்று പെട്ടെന്ന് നമ്മുടെ ഒരു വിശ്വാസിയെ അവർ സന്ധിத்தார். നമ്മുടെ ഒരു വിശ്വാസിയെ കണ്ടുമുട്ടുവാനിടയായി. அவரிடத்தில் கேட்டார், തന്നോട് ചോദിച്ചു, இப்படிப்பட்ட ஒரு ஜீவியம் செய்கிறவங்க உலகத்தில் யாராவது உண்டா என்று கேட்டார். ഇങ്ങനെ ഒരു ജീവിതം നയിക്കുന്ന സമൂഹം ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? அவர் சொன்னார், அமெரிக்காவிலே உண்டு. താൻ പറഞ്ഞു, ഈ അമേരിക്കയിലുണ്ടല്ലോ. இந்தியாவில் இருந்த ஒரு பாஸ்டர் அமெரிக்காவில் வந்திருக்கிறார். ഇന്ത്യയിൽ നിന്നൊരു പാസ്റ്റർ ഇപ്പോൾ അമേരിക്കയിൽ വന്നിട്ടുണ്ട്. அவரோட பேரு தான் பாஸ்டர் ஏசி തോമസ്. എന്റെ പേര് പാസ്റ്റർ എ.സി. തോമസ് എന്നാണ്. இந்த இடத்தில் அவர் இருக்கிறார். താൻ ഈ നിർദ്ദിഷ്ട സ്ഥലത്തുണ്ട്. ஆனா நீ போய் பார்த்தால் ഞാൻ പോയി കണ്ടാൽ பெரிய வீடு ஒன்றுமில்லை, ഒരു വലിയ കെട്ടിടം, വീടൊന്നുമില്ല. ஒரு பெரிய வசதி ஒன்றுமில்லை, വലിയ സൗകര്യങ്ങളിലല്ല ജീവിക്കുന്നത്. கார் போர்ச்சில் கார் ஒன்றும் இருக்கா. കാർപോർച്ച് ഉണ്ടായേക്കാം, കാറില്ല. கூட்டங்களுக்கு போனால் 10 பேரு 15 பேர் தான் இருப்பாங்க. മീറ്റിംഗിന് പോയാൽ ആൾക്കൂട്ടമില്ല, 10 15 പേർ. ஆனால் நீங்க சொல்லுகிற இத்தனை காரியத்தில் ஜீவிக்கிற ஒரு பெரிய பரிசுத்தவான் என்று சொன்ன പക്ഷേ താങ്കൾ തേടിക്കൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങളെല്ലാം അനുസരിച്ച് ജീവിക്കുന്ന വലിയ വിഷയങ്ങളാണ്. பார்க்க முடியுமா என்று கேட்டார். തന്നെ എനിക്കൊന്ന് കാണാമോ? தாராளம் பார்க்கலாம். ഓ, നിങ്ങൾക്ക് പോയി കാണാം. இவர் கூட்டிக் கொண்டு போனார். താൻ വിളിച്ചുകൊണ്ടുപോയി. அப்போது குளிர் சமயம். ശൈത്യകാലമാണ്. குளிர் தாங்க முடியாம ദേശീയ ഭജന തണുപ്പ് താങ്ങാൻ കഴിയാതെ ஏதோ ஒரு வஸ்திரத்தை போட்டு, ഏതോ ഒരു തുണിയെടുത്ത് കുറച്ച്, சரியான வஸ்திரம் இல்லை, അത് ഉചിതമായ ഒരു തുണിയല്ല, ஏதோ ஒன்று தலையில் வழியாக போட்டு ഏതോ കിട്ടിയതെടുത്ത് തലയിൽ കൂടെ കുറിച്ച് கரைத்து கொண்டே பேசினார். താൻ ഇങ്ങനെ വിറച്ചുകൊണ്ട് സംസാരിച്ചു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. இவரை பார்த்த உடனே അദ്ദേഹത്തെ കണ്ടപ്പോൾ இயேசு ஆவியில் பலப்பட்டார். യേശുവിന്റെ ആത്മാവിൽ ബലം പ്രാപിച്ചു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அவரோடு பேசினார். തന്നോട് സംസാരിച്ചു. ഞാൻ ഈ சொல்லுகிற കാര്യങ്ങൾ എല്ലാം அந்த புஸ்தகத்தில் உண்டு. ഞാൻ ഈ പറയുന്നതെല്ലാം പാസ്റ്ററുടെ ജീവചരിത്രത്തിലുണ്ട്. ആ പുസ്തകം ഇங்கே വിൽപ്പനയ്ക്ക് കിടക്കും. ഇവിടെ ഈ വിൽപ്പനയ്ക്ക് ആ പുസ്തകമുണ്ട്. മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, തമിഴിലുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, തമിഴ് ഭാഷകളിലെല്ലാം ഉണ്ട്. சீக்கிரமாக வாங்கிக்கொள்ளும். കഴിയുന്നത് വേഗം വാങ്ങിക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് பார்க்கலாம். ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ വായിച്ചാൽ കാണാം. അവർ பேசினார். താൻ സംസാരിച്ചു. அப்போ இவரோட மனசில் இருக்கிற அத்தனை கேள்விக்கு பதில் அவர் சொல்லிக்கொண்டு തന്റെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഇദ്ദേഹം താൻ മറുപടി പറഞ്ഞു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அவர் சொன்னார், நான் இந்தியாவில் இருந்து இங்கு வந்திருக்கிறேன் ஒரு விசேஷமாக. താൻ പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ നിന്ന് ഇവിടേക്ക് ഒരു പ്രത്യേക സുവിശേഷവുമായി വന്നിരിക്കുന്നു.
முடியாது. சாதாரண அமெரிக்காவில் இருந்து மிஷனரிகள் இந்தியாவுக்கு சென்று பணத்தை கொண்டு போய் பணம் செலவு பண்ணி அங்க மிஷனரி ஒர்க் செய்து ஜனங்களை ரட்சிப்பில் வழி நடத்துவார். സാധാരണ സംഭവിക്കുന്നത് അമേരിക്കയിൽ നിന്ന് മിഷണറിമാർ അവർ പണം സമാഹരിച്ച് ഭാരതത്തിൽ ചെന്ന് സുവിശേഷീകരണത്തിനായി ചെലവഴിച്ച് ആത്മാക്കളെ രക്ഷയിലേക്ക് നടത്തുമായിരുന്നു. ஆனால் நான் ஒரு சுவிசேஷமாக அமெரிக்காவில் வந்திருக்கிறேன். എന്നാൽ ഇവിടെ മറിച്ച് ഞാൻ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ ഒരു സുവിശേഷം കൊണ്ടുവന്നിരിക്കുന്നു. அந்த சுவிசேஷம் அமெரிக்காவில் யாருக்கும் தெரியாது. ഈ സുവിശേഷം അമേരിക്കക്കാർക്ക് അജ്ഞമാണ്. அற்புதம் செய்கிறதான ஓரல் ரோபர்ட்ஸுக்கும் தெரியாது. അത്ഭുതം പ്രവർത്തിക്കുന്ന ഓറൽ റോബർട്സ് പോലും ഈ സുവിശേഷം അറിഞ്ഞിട്ടില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அந்த சுவிசேஷத்தை நான் அமெரிக்காவில் ஸ்தாபிக்கும்படியாக ആ സുവിശേഷം അമേരിക്കയിൽ സ്ഥാപിക്കുവാൻ அநேக நாட்கள் நான் பட்டினி கிடந்தேன். എത്രയോ നാളുകൾ ഞാൻ പട്ടിണി കിടക്കേണ്ടി വരുന്നു. പട്ടിണിയാണ്. சம்பல் சமர்த்தியான தேசத்தில், ആ സമൃദ്ധി നിറഞ്ഞ ദേശത്തിൽ, ஐஸ்வர்யமுள்ள தேசத்தில், ആ ധനസമൃദ്ധിയുള്ള ഐശ്വര്യമുള്ള നാട്ടിൽ இந்த மகிமையின் சுவிசேஷமாக ஜெய ஜீவியம் ஸ்தாபிக்கும்படியாக ഈ തേജസ്സിന്റെ സുവിശേഷം ജയജീവിത സത്യം സ്ഥാപിക്കുവാൻ பிரசங்கம் பண்றதுக்கு மட்டுமல்ல, ചുമ്മാ പ്രസംഗിക്കുക മാത്രമല്ല, ஸ்தாபிக்க வேண்டும். അതവിടെ ഉറപ്പിച്ചു നിർത്താൻ நான் அநேக நாட்கள் இதே தேசத்தில் பட்டினி கிடந்தேன் என்று பாஸ்டர் கவனிப்பு சொன்னார். ഈ സമൃദ്ധിയുള്ള നാട്ടിൽ ഞാൻ എത്രയോ നാളുകൾ പട്ടിണി കിടന്നുവെന്ന மிகவும் பலவீனப்பட்டேன். അങ്ങനെ ഞാൻ ശാരീരികമായി ദുർബലനായി. ஆனால் நான் சோர்ந்து போகிறது എങ്കിലും ഞാൻ തളരുന്നില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அப்ப பாஸ்டர் இயேசு தோமஸ் ஒரு வாசகവും சேர்த்தார். യേശുവിന്റെ ഒരു വാചകം കൂട്ടിച്ചേർത്തു. ഞാൻ പട്ടിണി കിടന്നപടിയാൽ ഞാൻ പട്ടിണി കിടന്നതുകൊണ്ട് എനിക്ക് പിന്മാറ്റമില്ല, എന്റെ ഉള്ളിൽ പിന്മാറ്റമില്ല, എനിക്കൊരു ഏമാറ്റുതലില്ല, എനിക്ക് ഒരു ഡിസപ്പോയിന്റ്മെന്റ്, എനിക്കൊരു നിരാശയില്ല, നിരാശയില്ല, സന്തോഷം தான். എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവർ சொன்னார், தேவசபையில் பின்மாற்றமில்ல, ദൈവസഭയ്ക്ക് പിന്മാറ്റമില്ല, தேவசபையில் மகிமையுள்ள சபை, ദൈവസഭ തേജസ്സുള്ള സഭയും. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. பின்மாற்றமில்ல. പിന്മാറ്റമില്ല. தேவஜனமே, ദൈവജനമേ, நீ தேவ சபையானால் നീ ദൈവസഭയാണെങ്കിൽ உன்னுடைய ஜீவியத்தில் பின்மாற்றத்துக்கு இடமில்லை. നിന്റെ ജീവിതത്തിൽ പിന്മാറ്റത്തിന് ലേശം സ്ഥാനമില്ല. எசேக்கியேல் 1-ാം அதிகாரம் യെഹെസ്കേൽ 1-ാം അധ്യായം 7-ാം വചനം, 7-ാം വചനം, 9-ാം വചനം, 9-ാം വചനം, 12-ാം വചനം, 17-ാം വചനത്തെ വാസിക്കുമ്പോൾ 12-17 തിരുവചനങ്ങൾ വായിക്കുമ്പോൾ அங்க என்ன வாசிக்கிறோம்? അവിടെ എന്ത് വായിക്കുന്നു? அந்த 4 ஜீவன்கள் போகையில் അവിടെ ആ 4 ജീവികൾ പോകവേ அது பின்னிட்டு பார்க்கிறதில்லை. അവ പുറകോട്ട് തിരിയുന്നതുമില്ല. அவங்க ஓடுகையில் பின்னிட்டு பார்க்கிறதில்லை. അവർ ഓടുന്നു, പക്ഷെ പുറകോട്ട് തിരിയുന്നില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அவங்க போகையில் பின்னிட்டு பார்க்கிறதில்லை. അവർ പോകവേ പുറകോട്ട് തിരിയുന്നില്ല. 9-ാം വചനം, 9-ാമത്തെ വചനം, 12-ാം വചനം, 12, 17-ാം വചനം. 17. ഈ 4 ജീവൻകൾ പുതിയ ഏർപ്പാട്ട് സഭയെ വെളിപ്പെടുത്തുന്നു. ഈ 4 ജീവികൾ പുതിയ സഭയാണ് കാണിക്കുന്നത്. അപ്പൊ സഭയിൽ പിന്മാറ്റമില്ല, ആകയാൽ സഭയ്ക്ക് പിന്മാറ്റമില്ല, പിന്നിട്ട് പാർക്കുന്നതില്ല, പുറകോട്ട് നോക്കുന്നില്ല, പിന്മാറ്റമില്ല, പിന്മാറ്റം എന്നതേ ഇല്ല. നീ ദേവനുടെ ഉണ്മயான സഭയാനാൽ, നീ യഥാർത്ഥ ദൈവസഭയാണെങ്കിൽ, ഞാൻ ദേവനുടെ ഉണ്മயான സഭയാനാൽ, ഞാൻ യഥാർത്ഥ ദൈവസഭയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ, പോരാട്ടങ്ങൾ വരും. ജീവിതത്തിൽ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ അനവധി വന്നേക്കാം. പിന്മാറ്റം വരവേ. പക്ഷേ പിന്മാറ്റം എന്നതൊട്ടും വരില്ല. ദേവ എന്നെ சொன்னார், ദൈവം എന്തെങ്കിലും ചെയ്തു. പിൻവാങ്ങി പോവാനാകിൽ ഉന്നാത്മാവിൽ പ്രിയമായില്ല. പിന്മാറുന്നെങ്കിൽ എന്റെ ഉള്ളത്തിൽ നിന്നിൽ പ്രസാദമില്ല. இப்படி பல காரியங்கள் பாஸ்டர் ஏசி தோமஸ் அவர்கள் பாஸ்டர் ஜானோடு பேசினார். യേശുവിനെ പല കാര്യങ്ങൾ ദാസനോടുമായി പങ്കുവച്ചു. ഇനി ഒരു നാളിൽ தான் அவர் கேட்டார், ഞാൻ മറ്റൊരു സന്ദർഭത്തിലാണ് ചോദിച്ചത്, நமது சபையை குறித்து மகிமையுள்ள சபை என்று சொல்றீங்களே, താങ്കൾ കൂടെ കൂടെ ഇത് തേജസ്സുള്ള സഭയാണെന്നല്ലേ പറയുന്നത്? നമ്മുടെ സഭയിൽ കുളപ്പടികൾ, എത്രയോ കുറവുകൾ, ന്യൂനതകൾ സഭയിലുണ്ട്. വിശ്വാസികളുടെ ഇടയിൽ പോരാട്ടങ്ങൾ, വിശ്വാസികൾ തമ്മിൽ പ്രശ്നങ്ങൾ, കുടുംബങ്ങളിൽ പോരാട്ടങ്ങൾ, കുടുംബങ്ങളിൽ പല പ്രശ്നങ്ങൾ, മനവി പുരുഷനുകൾക്കിടയിൽ പോരാട്ടങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ
പ്രശ്നങ്ങൾ, ஊழியக்காரருக்கு மத்தியில் போராட்டம். വേലക്കാരുടെ ഇടയിൽ പ്രശ്നങ്ങൾ. அப்ப எப்படி ஒரு மகிமையுள்ள சபை என்று சொல்ல முடியும்? പിന്നെ എങ്ങനെയാണ് ഇതിനെ ഒരു തേജസ്സുള്ള സഭ എന്ന് വിളിക്കാൻ കഴിയുക? அதுக்கு ஏசியப்பச்சன் கொடுத்த பதில், യേശുവിന് നൽകിയ മറുപടി அந்த പുസ്തകത്തിൽ ഉണ്ട്, நீங்க படிச்சு பாருங்க. ആ പുസ്തകത്തിലുണ്ട്, നിങ്ങൾക്ക് വായിക്കാം. ഞാനും അതിൽ പഠിച്ചതാണ് ഇപ്പൊ சொல்றேன். ഞാൻ വായിച്ചതാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ഞാൻ இந்த சபையை குறித்தല്ല சொல்லுகிறது. ഞാൻ പറയുന്നത് ഈ സഭയെ കുറിച്ചല്ല. இந்த சபை ഇനി ഒരു സഭയാണത് ഉരുവാക്കപ്പെട വേണ്ടി. ഈ സഭയുടെ ഉള്ളിൽ നിന്ന് മറ്റൊരു സഭ ഉരുവാക്കപ്പെടേണ്ടതുണ്ട്. അതുதான் എ ഗ്രൂപ്പ്. അതാണ് എ ഗ്രൂപ്പ് എന്ന് വിളിക്കാവുന്നത്. ഇനി ഒരു സഭ ഉരുവാകും. ഇനി ഒരു സഭ ഇതിന്റെ ഉള്ളിൽ ഉരുവാകും. എടുത്തുകൊള്ളപ്പെടുകിற സഭ. ആ സഭയാണ് എടുക്കപ്പെടുന്ന സഭ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. എടുത്തുകൊള്ളപ്പെടുകിற സഭയിൽ പിന്മാറ്റമില്ല. എടുക്കപ്പെടുന്ന സഭയ്ക്ക് പിന്മാറ്റമേ ഇല്ല. എടുത്തുകൊള്ളപ്പെടുകിற സഭ മഹിമയിൻ സഭ. എടുക്കപ്പെടുന്ന സഭ തേജസ്സുള്ള സഭ. അതുதான் പൂർണ്ണമാക്കപ്പെട്ട സഭ. അതാണ് പൂർണ്ണത പ്രാപിച്ച സഭ. പുതിയ യെരൂശലേം. അതാണ് പുതിയ യെരൂശലേം. അതുதான் നിത്യ മണവാട്ടി. അതാണ് നിത്യ മണവാട്ടി. അതற்காக தேவன் നമ്മെ എല്ലാവരെയും അழைத்தார். അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ എല്ലാവരെയും വിളിച്ചിരിക്കുന്നത്. അழைத்தார் என்று വിശ്വാസമുള്ളവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ ചൊല്ലുங்கள். അതാണ് നമ്മുടെ നമ്പിക്കை. ഇതാണ് നമ്മുടെ പ്രത്യാശ. നിങ്ങൾ എവിടെ ജീവിക്കുന്നീர்கள்? നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു? നിങ്ങളുടെ வாழ்க்கை எப்படி? നിങ്ങളുടെ ജീവിത നിലവാരം എങ്ങനെ? നിങ്ങളുടെ കുടുംബ നിലവാരം எப்படி? കുടുംബ നിലവാരം എങ്ങനെ? നിങ്ങളുടെ സഭയിലെ നിലവാരം എങ്ങനെ? നിങ്ങളുടെ സഭയുടെ അവസ്ഥ എങ്ങനെ? നീ ഉണ്മயான സഭയാണെങ്കിൽ, നീ യഥാർത്ഥ സഭയാണെങ്കിൽ ഉനക്കുള്ള പിന്മാറ്റം இருக்காது. നിന്റെ ഉള്ളിൽ പിന്മാറ്റം കാണപ്പെടില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அப்படிதான் நம் சபையில் வளர வேண்டும். ഈ നിലയിലാണ് നമ്മൾ ഈ സഭയിൽ വളരേണ്ടത്. சபைதான் எடுத்துக்கொள்ளப்படும். ഇപ്പോൾ പറഞ്ഞ ഈ സഭയാണ് എടുക്കപ്പെടുക. എല്ലാവരും എടുത്തുകൊള്ളപ്പെടുகிறது എന്ന് നമുക്ക് தெரியும். നമുക്കറിയാമല്ലോ, എല്ലാവരും എടുക്കപ്പെടുന്നില്ല. ഈ സഭയിൽ തന്നെ, ഈ സഭയിൽ തന്നെ മൂന്നാക ഈ സഭയെ നാം വിധിക്കാം. നമുക്ക് ഈ സഭയാകുവാനും മൂന്നായി വിഭജിക്കാം. അല്ലെങ്കിൽ അഭിഷേകം പെറ്റതാണ് സഭയെ, അഭിഷേകം പ്രാപിച്ച സഭയെ, മുഴു ഉലകത്തിലെ എല്ലാ സഭകളെ, ആഗോള വ്യാപകമായ എല്ലാ സഭകളെയും, എല്ലാവരും അഭിഷേകം പെറ്റ അന്യഭാഷ പേசுறாங்க. എല്ലാവരും അഭിഷേകം പ്രാപിച്ച അന്യഭാഷ പറയുന്നുണ്ട്. വരങ്ങൾ ക്രിയ ചെയ്യും. വരങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത്ഭുതങ്ങൾ നടക്കും. അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാം ശരിതാണ്. എല്ലാം കൊള്ളാം. அந்த സഭയെ മൂന്നാക നാം പിരിக்கலாம். ഞാൻ ഈ സഭയെ തന്നെ നമുക്ക് മൂന്നായി വിഭജിക്കാം. அதுக்கு தான் எப்போது நான் சொல்வது എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, സി ഗ്രൂപ്പ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, സി ഗ്രൂപ്പ് എന്ന് വിഭജിച്ച് വിളിക്കുന്നത്. വേദത്തിൽ മൂന്നിടത്തിൽ നാം അത് വാസിക്കുന്നു. ബൈബിളിൽ മൂന്നിടങ്ങളിലായി നമുക്കത് കാണാം. പരിശുദ്ധ യോവാൻ അതേ சொன்னார். വിശുദ്ധ യോഹന്നാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. വെളിപ്പെടുത്തൽ 12-ാം അധികാരത്തിൽ നാം വാസിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ അങ്ങ് സൂര്യനെ അണിഞ്ഞ സ്ത്രീയെ കുറിച്ച് വാസിക്കുന്നു. അവിടെ സൂര്യനെ അണിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ച് വായിക്കുന്നുവല്ലോ. അത് ദേവസഭയെന്ന് നമുക്ക് യാവർക്കും தெரியும். അത് ദൈവസഭയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സൂര്യനെ അണിഞ്ഞ സ്ത്രീ, സൂര്യനെ അണിഞ്ഞ സ്ത്രീ അത് ദേവസഭ. അത് ദൈവസഭയാണ്. സന്ദേഹമില്ല, സംശയമൊട്ടുമില്ല. അതിൽ 5-ാം വചനത്തെ വാസിക്കുമ്പോൾ, ഞാൻ അതിന്റെ 5-ാമത്തെ വചനം വായിച്ചാൽ, സ്ത്രീയിലിരുന്ന് ഒരാൺപിള്ള ഉരുവാക്കപ്പെട്ട് திடீரென்று ദേവസിംഹാസനത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടു. ആ സ്ത്രീയിൽ നിന്ന് ഒരു ആൺകുട്ടി ജനിച്ച പെട്ടെന്ന് ദൈവസിംഹാസനത്തിലേക്ക് എടുക്കപ്പെടുന്നു. അത് എ ഗ്രൂപ്പ്. അതിനെ എ ഗ്രൂപ്പ് എന്ന് വിളിക്കാം. அதுதான் ജയാളിயான സഭ. അത് ജയാളികളായ സഭ. ആ സഭയിൽ പിന്മാറ്റമില്ല. ആ സഭയിൽ പിന്മാറ്റമില്ല. ആ സഭയിൽ കറയില്ല. ആ സഭയിൽ ആ കറയില്ല. സഭയിൽ തെരയില്ല. അതിൽ കളങ്കമില്ല. ആ സഭയിൽ പിഴയില്ല. ആ സഭയിൽ ചുരുക്കവുമില്ല. അത് കറ, തിര, പിഴ ഒന്നുമില്ലാமல் മഹിമയുള്ള സഭയാക തമക്ക് മുൻപാകെ നിർത്തുംപടിക്ക എന്ന് എഫേസ്യർ 5:27 നാം വാസിക്കണം. കറാചുരുക്കം വാട്ടമില്ലാത്ത നിശുദ്ധ നിഷ്കളങ്കയുമായ സഭയെന്ന് എഫേസ്യർ 5:25 നമ്മൾ വായിക്കുന്നു. അത് എന്താ സഭ? ആ സഭ ഏതാണ്? എ ഗ്രൂപ്പ്. അതാണ് എ ഗ്രൂപ്പ്. എ ഗ്രൂപ്പ്. അത് എ ഗ്രൂപ്പ്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അതേ നേരത്തിൽ ഇങ്ങ പെരിയ പ്രശ്നമുള്ള പല മക്കളുണ്ട്, ഊഴിയர்களுമുണ്ട്. പല പ്രശ്നങ്ങളുള്ളവരായ ജനങ്ങളും വേലക്കാരുമുണ്ട്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. എന്റെ അടുക്കല് ഞാൻ പുതുതാക എനിക്ക് അകത്ത് മാറിപ്പോന്ന
ചിലർ പ്രശ്നയ്ക്ക് വരുവാണ്. പുതുതായിട്ടൊക്കെ ഞാൻ മാറിപ്പോകുന്ന കാര്യങ്ങളിൽ ചില ഞാൻ പ്രശ്നങ്ങൾ ആദ്യം ഒരു കേൾവി കേട്ടു. ഞാൻ ആദ്യമേ ഒരു ചോദ്യം ചോദിക്കും. എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, സി ഗ്രൂപ്പ് ആണ്. നിങ്ങൾ എ ഗ്രൂപ്പാണോ, ബി ഗ്രൂപ്പാണോ, സി ഗ്രൂപ്പാണോ? ഏത് ഗ്രൂപ്പ്? നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ പെടും? ബിയും സിയും ആണെങ്കിൽ എന്നോട് പേസ വേണ്ട. നിങ്ങൾ ബിയോ സിയിലോ പെട്ട ആളാണെങ്കിൽ ദയവായി നമുക്ക് ഒന്നും പറയാനില്ല. പ്രയോജനം സംസാരിച്ചിട്ട് കാര്യമില്ല. ഒത്തുകൊള്ള മാട്ടീർ. നിങ്ങൾ അംഗീകരിക്കില്ല. നീ സ്വന്തം പോയി അതേ സാധിച്ചുകൊണ്ടേ ഇരിക്കും. നീ പറഞ്ഞ കള്ളത്തെ നീ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കും. ഏ ഗ്രൂപ്പാണെങ്കിൽ, പക്ഷെ നിങ്ങൾ ഏത് ഗ്രൂപ്പാണെങ്കിലും ഇപ്പിടിപ്പെട്ട കാര്യങ്ങളെ പേസ മാറ്റീർ. നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യമൊന്നും പറയുകയില്ല. എല്ലാം ദേവസിത്തം എന്ന് ചൊല്ലി ദേവനെ മഹിമപ്പെടുത്ത കരങ്ങളെ ഉയർത്തി സ്തോത്രം പണിക്കൊണ്ടേ ഇരിപ്പാർ. ഇതെല്ലാം ദൈവഹിതമാണെന്ന് പറഞ്ഞ് ദൈവത്തെ ബന്ധപ്പെടുത്തി നിങ്ങൾ കൈകൾ ഉയർത്തി സ്തോത്രം ചെയ്യുകയുള്ളൂ. അതാ ഏ ഗ്രൂപ്പ്. ഇതാണ് ഗ്രൂപ്പ്. അത് ആൺപിള്ളെ. ഇതാണ് ആൺകുട്ടി. അത് എടുത്തുകൊള്ളപ്പെട്ടു. അവർ എടുക്കപ്പെടും. ഇനി ആ സ്ത്രീയെ പാരുങ്ക. നമ്മൾ ആ സ്ത്രീയെ നോക്കിയാൽ അതിന്റെ 13-ാം വചനത്തെ വാസിക്കുമ്പോൾ അതിന്റെ 13-ാമത്തെ വചനത്തിൽ സ്ത്രീയാണവൾ കൈവിടപ്പെട്ടു. അവൾ കൈവിടപ്പെട്ടു, വനാന്തരത്ത് ഓടിപ്പോയി. മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. 1260 നാളുകൾ ഘോഷിക്കെ അവൾക്ക് അങ്ങ് ഇടം കാണും. 1260 നാളോളം അവരെ പോറ്റുവാൻ അവിടെ ഒരിടമുണ്ട്. അത് പിന്മാറ്റത്തിൽ പോന്ന സഭ. അതാണ് കൈവിടപ്പെട്ട സഭ. കൈവിടപ്പെട്ട സഭ. ഈ കൈവിടപ്പെട്ട സഭയെ രണ്ടാകെ പിരിக்கலாம். ഈ കൈവിടപ്പെട്ട സഭയെ തന്നെ തുടർന്ന് രണ്ടായി വിഭജിക്കാം. 17-ാം വചനത്തെ പാരുങ്ക. 17-ാം വചനത്തിൽ അങ്ങനെ വാസിക്കും. അവിടെ എന്ത് വായിക്കുന്നു? കൈവിടപ്പെട്ട സഭയിലെ മറ്റവർകൾ എന്നൊരു ഗ്രൂപ്പ് കാണും. ആ സന്തതിയുടെ ശേഷിപ്പ് കൈവിടപ്പെട്ടവരിൽ മറ്റുള്ളവർ എന്ന് കാണും. മറ്റവർകൾ, ആ മറ്റുള്ളവർ, അതാ ബി ഗ്രൂപ്പ്. അതാണ് ബി ഗ്രൂപ്പ്. അവർ രക്തസാക്ഷിയായി മരിപ്പാർ. അവർ രക്തസാക്ഷികളായി മരിക്കും. ഇനിയൊരു ഗ്രൂപ്പ് ഉണ്ട്. ഇനിയൊരു ഗ്രൂപ്പ് ശേഷിക്കുന്നു. അവരുടെ പേര് തന്നെ സന്തതി. അതാണ് സന്തതി. അവർ അന്ത്യക്രിസ്തുവോട് ചേർന്ന് വിടുവാർ. അവർ എതിർ ക്രിസ്തുവിനൊപ്പം ചേരും. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഒരു ഗ്രൂപ്പ് ജനങ്ങൾ അന്ത്യക്രിസ്തുവോടെ ചേരപ്പോകുகிறாർ. ആകയാൽ സഭയിൽ ഒരു കൂട്ടം ജനങ്ങൾ എതിർ ക്രിസ്തുവിനോടൊപ്പം ചേരും. അവർക്ക് ഉപദേശമില്ല, അവർക്ക് ഉപദേശങ്ങളില്ല, ഒഴുങ്ങില്ല, ക്രമങ്ങളില്ല, ഒന്നുമില്ല. അവർക്കൊന്നുമില്ല. അത് ரொம்ப വാചകം അടിപ്പാർ. ஆனால் നല്ല വാചക കസർത്തായിരിക്കും. ഒരു വസനവും തിരിയാണ്. വചനങ്ങളൊന്നും അറിയത്തുമില്ല. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അവർക്ക് താൻ അന്ത്യക്രിസ്തുവോട് ചേരപ്പോകുന്ന ദേവജനങ്ങൾ. ഇവരാണ് ദൈവജനത്തിന്റെ ഇടയിൽ നിന്ന് എതിർ ക്രിസ്തുവിനോടൊപ്പം ചേരുന്നവർ. ഇതേ വിഷയത്തെ യേശു ക്രിസ്തുവും சொன்னார். യേശു ക്രിസ്തു താൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം മുഖ്യമായ വിഷയം. അത് വളരെ സുപ്രധാന വിഷയങ്ങളാണിത്. ഇതെല്ലാം എഴുതിയെടുത്തുകൊള്ളുന്നു. നിങ്ങൾ ഇതെല്ലാം കുറിച്ചെടുക്കുന്നത് നല്ലത്. മറ്റു സഭയാർക്ക് சொல்லுங்கள். മറ്റു സഭയിലുള്ളവരോട് ഇത് പറയുക. അതിൻപടി നീയും ജീവിക്ക പ്രയാസപ്പെടുക. അതിൻ പ്രകാരം ജീവിക്കുവാൻ നിങ്ങൾ ആവണം ശ്രമിക്കുക. ഏ ഗ്രൂപ്പാക മാറുക. കർത്താവിന്റെ ഈ ഗ്രൂപ്പിൽ പെടണം. യേശു എന്നെ சொன்னார். യേശു പറഞ്ഞത് മത്തേയു 25-ാം അധികാരത്തെ നാം വാസിക്കുമ്പോൾ മത്തായി 25-ാം അധ്യായം വായിക്കുമ്പോൾ അങ്ങ് ദേവരുടെ രാജ്യം എടുത്തുകൊള്ളപ്പെടാൻ മണവാളനുക്ക് ഒപ്പിട്ടതാണ്. അവിടെ ദൈവരാജ്യത്ത് മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെട്ടതായ കന്യകമാരോട് സദൃശ്യപ്പെടുത്തി പറയുന്നു. മണവാളൻ എன்ற ഒരു പദത്തെ പാർക്കും. നമുക്ക് അവിടെ മണവാളൻ എന്നൊരു പദം കാണാം. പഴയ പുസ്തകങ്ങളിൽ എന്നാൽ പഴയ മണവാളനെയും മണവാട്ടിയെയും എന്റെ എടുത്തെഴുതിയിരിക്കും. അവിടെ മണവാളനെയും മണവാട്ടിയെയും എതിരേൽപ്പാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യോവാൻ എഴുതിയ സുവിശേഷം 3-ാം അധികാരത്തെ നാം പഠിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ മണവാട്ടി ഉടയവനെ മണവാളൻ എന്ന് നാം വാസിക്കണം. മണവാട്ടിയുള്ളവനാകുന്നു മണവാളൻ എന്ന് അവിടെ പറയുന്നത് കാണാം. നമ്മുടെ കല്യാണത്തില് നമ്മുടെ വിവാഹ സന്ദർഭങ്ങളിൽ പയ്യൻ മണവാട്ടിയാക വരുവാൻ, ആ പയ്യൻ മണവാട്ടിയോടൊപ്പം വരും. മണവാളനാക വരിക. മണവാളൻ വരും. അതെല്ലാരും മണവാളൻ, இதுதான் മണവാളൻ, இதுதான் മണവാളൻ എന്ന് சொல்லுவாங்க. എല്ലാവരും തന്നെ ചൂണ്ടിട്ട് ആ മണവാളൻ വരുന്നു എന്ന് പറയും. അവനെ കാട്ടിൽ അഴകുള്ള ചന്തമുള്ള വേറെ പല പയ്യന്മാരുണ്ട്. തന്നെക്കാൾ നല്ല ചന്തമുള്ള ഭംഗിയുള്ള എത്രയോ ചെറുപ്പക്കാർ ഇവിടെയുണ്ട്. ആ പയ്യന്മാരെ പാർത്ത് ആരും മണവാളൻ എന്ന് சொல்லுவதில்லை. ആ സുന്ദരന്മാരെ നോക്കി ഇതാണ് മണവാളൻ എന്ന് ആരംഭിക്കില്ല. அந்த പയ്യന്മാർക്ക് അഴകിരുന്നാലും അവർ സുന്ദരന്മാരാണെങ്കിലും അവർക്ക് മണവാട്ടിയില്ല. മണവാട്ടിയില്ല. ഇവർക്ക് മണവാട്ടിയുണ്ട്. എന്നാൽ ഈ വ്യക്തിക്ക് മാത്രം മണവാട്ടി. മണവാട്ടി ഉടയവനെ മണവാളൻ എന്ന് വേദത്തിൽ വാസിക്കും. മണവാട്ടിയുള്ളവനെത്രേ മണവാളൻ എന്ന് ബൈബിളിൽ വായിക്കുന്നു. അതിനാൽ താൻ മണവാളിനെ എതിർകൊണ്ട് പോകാൻ പുറപ്പെട്ട 10 കന്യകളിൽ നാം വാസിക്കും. മണവാളിനെതിരേൽപ്പാൻ പുറപ്പെട്ട
സഭ. എടുക്കപ്പെട്ട സഭ. ഇനി 10 കന്യക എന്നത് 10 കന്യകമാർ എന്നത് നമുക്ക് എല്ലാവർക്കും தெரியும். നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കൈവിടപ്പെട്ട സഭയെ വെളിപ്പെടുത്തും. അത് കൈവിടപ്പെട്ട സഭയെ സൂചിപ്പിക്കുന്നു. അത് ദേവസഭയല്ല, അത് ദൈവസഭയല്ല, കൈവിടപ്പെട്ട സഭ. കൈവിടപ്പെട്ട സഭയാണ്. ഇപ്പൊ വന്ന പുതിയ ഊഴിയர்கள் അത് ദേവസഭ എന്ന് சொல்லி പ്രസംഗം മണ്ണി ഉത്സാഹപ്പെടുത്തുகிறாർ. ഇപ്പോൾ പുതുതായി വന്നവർ അത് ദൈവസഭയാണെന്നൊക്കെ പറഞ്ഞ ആ വിഷയങ്ങൾ പറഞ്ഞ ആളുകളെ ഉത്തേജിപ്പിക്കുന്നു. ബുദ്ധിയുള്ള കന്യകയാക നാം മാറ വേണ്ടും. നമ്മൾ നല്ല ബുദ്ധിയുള്ള കന്യകയായി മാറണം. அதுக்காக ஆயத்தப்படுங்க. അതിനായി ഒരുങ്ങണം. அதுக்கேற்ற അഭിഷേകത്തെ പെற்றுകൊള്ളണം. അതിനുള്ള അഭിഷേകം പ്രാപിക്കണം. അപ്പൊ ഒരു വല്യപ്പൻ താത്ത ഉட்கார்ந்து കൊണ്ടിരുന്നു. അവിടെ ഒരു വല്യപ്പൻ ഒരു അപ്പൂപ്പനിരുന്നു. എന്നാ അപ്പച്ച അഭിഷേകം വേണ്ടാമാ? അഭിഷേകം വേണ്ടേ? ബുദ്ധിയുള്ള കന്യകയാക മാറാൻ വേണ്ടാമാ? അപ്പച്ചന് ബുദ്ധിയുള്ള കന്യകയാവണ്ടേ? അപ്പച്ച ചുമ്മാ இப்படி അലക്ഷ്യமாக ഉட்கார்ந்து അപ്പച്ചൻ അതൊന്നും ഗൗനിക്കാതെ കൂസലില്ലാതെ ഇരുന്നു. കൈ കാണിച്ച് சொன்னாங்க. കൈ കാണിച്ചു പറഞ്ഞു, ഇതിന്റെ പതിൽ അപ്പുറം சொல்றேன், நீங்க சொல்றதெல்லாம் சொல்லுங்க. താങ്കൾ ഇപ്പോൾ എങ്ങനെയൊക്കെ പറ്റിയോ എന്റെ മറുപടി ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഇപ്പൊ சொல்ல போனா ആപത്തായിരുന്നു. ഇപ്പൊ പറഞ്ഞാൽ എനിക്ക് തന്നെ അപകടമാണ്. அப்புறம் சொல்லித்தரேன், ഞാൻ പിന്നെ പറയാം. தேவனுக்கு மகிமை. ദൈവത്തിന് പോകും. அதுக்கப்புறம் சொன்னாங்க, താൻ പിന്നീട് പറഞ്ഞു, பிரதர் ஊழியத்துக்கு வந்தது சரி, பைபிளும் உபதேசமும் நன்றாக படித்த വന്ന് സഭയ്ക്ക് ദൂത് കൊടുക്കുക. ബ്രദറെ, വേലയ്ക്ക് വന്നതെല്ലാം കൊള്ളാം, പക്ഷേ ബൈബിളും ഉപദേശവും ശരിക്കും പഠിച്ചിട്ടേ നിങ്ങൾ സഭയ്ക്ക് ദൂത് കൊടുക്കാം. സ്കൂളിൽ പോയി പഠിച്ചിട്ട് വാങ്ങും. സൺഡേ സ്കൂളൊക്കെ പോയി പഠിക്കും. എല്ലാം തെരിയുമെന്ന് ചൊല്ലി കസത്ത് അടിക്കാതെ, എല്ലാം അറിയാമെന്ന് പറഞ്ഞുള്ള വാചക ഊഴിയക്കാർ അപ്പിടിത്താം. ചില വേലക്കാർ അങ്ങനെയാണ്. അതിനകത്ത് ചിലവരെ പാത്ത് എടോ എന്ന് കൂപ്പിടുறாங்க. അതുകൊണ്ടാണ് ചിലർ മറ്റുള്ളവരെ ഡോ എന്ന് വിളിക്കുന്നത്. அப்படிப்பட்ட ஊழியர்கள் யாரானாலும் அவர் சரியான தண்டனை உண்டு. അങ്ങനെയുള്ളവർക്ക് ശരിയായ ശിക്ഷയും ഞങ്ങൾ കൊടുക്കും. അവർക്ക് ഉപദേശം தெரியாது, അവർക്ക് ഉപദേശം അറിയില്ല, സഭ தெரியாது, സഭ എന്തെന്നറിയില്ല, ജനങ്ങളെ தெரியாது, ജനങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പോ മണവാളൻ എന്ന് ചൊല്ലുമ്പോൾ ആകയാൽ മണവാളൻ എന്ന് പറയുമ്പോൾ മണവാട്ടിയും ഉണ്ട്. മണവാട്ടി കൂടെ തന്നെയുണ്ട്. അതാ എ ഗ്രൂപ്പ്. അതാണ് ഈ ഗ്രൂപ്പ്. ബുദ്ധിയുള്ള കന്യക എന്നത് ബുദ്ധിയുള്ള കന്യക എന്ന് പറയുമ്പോൾ കൈവിടപ്പെട്ട സഭ. അത് കൈവിടപ്പെട്ട സഭയാണ്. അത് ബി ഗ്രൂപ്പ്. അത് ബി ഗ്രൂപ്പ്. സി ഗ്രൂപ്പ് എന്നത് ബുദ്ധിയില്ലാത്ത കന്യക. ആ ബുദ്ധിയില്ലാത്ത കന്യകയാണ് സി ഗ്രൂപ്പ്. അതാ സഭയിലെ 3 ഗ്രൂപ്പ്. അതാണ് സഭയിലെ 3 വിഭാഗങ്ങൾ. ഒന്ന് മണവാട്ടി, ഒന്ന് മണവാട്ടി, ബുദ്ധിയുള്ള കന്യക, ബുദ്ധിയുള്ള കന്യക, ബുദ്ധിയില്ലാത്ത കന്യക. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഇനി മൂന്നാമത് തെളിവ്. അതിന് തെളിവായ മൂന്നാമത്തെ കാര്യം, 50-ാം സംഗീതത്തെ നാം വാസിക്കുമ്പോൾ 50-ാം സംഗീതം വായിക്കുമ്പോൾ 50-ാം സംഗീതം പുതിയ ഏർപ്പാട്ട് സഭയെ കുറിച്ചുള്ള ഒരു സംഗീതം തന്നെ. 50-ാം സംഗീതം എന്നത് പുതിയ നിയമസഭയുടെ ഒരു ചിത്രീകരണമാണ്. 50-ാം സംഗീതം 50-ാം സംഗീതം അതിൽ 5-ാം വചനം, 5-ാം വചനം 3-ലിരുന്ന് 5 വരയ്ക്കുമുള്ള വചനങ്ങൾ, 3 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ, ബലിയിനാൽ എന്നിടത്തിൽ ഉടൻപടിക്ക ചെയ്ത എൻ പരിശുദ്ധവാൻകളെ കൂട്ടുങ്ങൾ. യാഗം കഴിച്ചെന്നോട് നിയമം ചെയ്ത വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൊണ്ടുപോയി. അതാ എ ഗ്രൂപ്പ്. ഇതാണ് ഈ ഗ്രൂപ്പ്. എടുത്തുകൊള്ളപ്പെടുകിற സഭ. എടുക്കപ്പെടുന്ന സഭ. സഭയിൽ എടുത്തുകൊള്ളപ്പെടുകിற സഭ. സഭയിൽ നിന്ന് എടുക്കപ്പെടുന്ന ഒരു സഭ. ബൈബിളിലെ അടയാളപ്പെടുത്തിക്കൊള്ളുന്നത്. അത് ബൈബിളിൽ നിങ്ങൾ കുറിക്കുന്നത് നല്ലത്. 5-ാം വചനത്തിൽ എ ഗ്രൂപ്പിന്റെ എഴുതുങ്ങൾ. 5-ാം വചനത്തിൽ നിങ്ങൾ എ ഗ്രൂപ്പ് എന്ന് എഴുതുന്നത് നല്ലത്. നിങ്ങൾ ബൈബിൾ തുറന്നാൽ നമുക്ക് വിഷയങ്ങൾ വിളങ്ങും. അപ്പോഴാണ് ബൈബിൾ തുറന്നു നോക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുക. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അതാ എ ഗ്രൂപ്പ്. ഇതാണ് എ ഗ്രൂപ്പ്. അവരുടെ പേര് എൻ പരിശുദ്ധവാനുകൾ. അവരെ വിളിക്കുന്ന പേര് എന്റെ വിശുദ്ധന്മാർ. എൻ പരിശുദ്ധവാനുകൾ, എന്റെ വിശുദ്ധന്മാർ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഇനി ബി ഗ്രൂപ്പ് എന്നത് 7-ാം വചനം. ബി ഗ്രൂപ്പിനെ നമുക്ക് 7-ാം വചനത്തിൽ കാണാം. അവരുടെ ദേവൻ ചൊല്ലുകിற പദം എൻ ജനങ്ങൾ. അവരെ കുറിച്ച് പ്രയോഗിക്കുന്നത് എന്റെ ജനം എന്നുള്ള പദത്തിലാണ്. എൻ ജനങ്ങൾ, എന്റെ ജനം. നിങ്ങൾ എനിക്ക് ഞാൻ உங்களுக்கு വിരോധமாக സാക്ഷിയിടുവേൻ. ഞാൻ നിങ്ങൾക്ക് വിരോധമായി സാക്ഷീകരിക്കും. വിരോധமான സാക്ഷി അല്ലെങ്കിൽ വിരോധமான പാപങ്ങൾ 32 പാപങ്ങൾ എന്ന് വേദത്തിൽ വാസിക്കും. വിരോധമായ സാക്ഷീകരിക്കാവുന്ന പാപങ്ങൾ 32 ബൈബിളിൽ നിന്ന് കാണാം. 32 പാപങ്ങൾ, വിരോധமான പാപങ്ങൾ 32 പാപങ്ങൾ. ദേവൻ 32 പാപങ്ങൾ. 32 പാപങ്ങളെ കുറിച്ച് വേദത്തിൽ വാസിക്കും. ആ 32 പാപങ്ങളെ കുറിച്ച് അട്ടവണയിലുള്ള വലിയ വലിയ വ്യഭിചാര പാപം, വേശ്യ പാപം,
കുടി പഴക്കം അതൊന്നുമല്ല. പട്ടികയിലുള്ളതായ വലിയ മഹാപാപങ്ങൾ, മദ്യപാനം, വ്യഭിചാരം, ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊന്നുമില്ല. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഗലാത്യർ 5-ാം അധികാരം 16-ാം വചനത്തെ വാസിക്കുമ്പോൾ ഗലാത്യർ 5:16 വായിക്കുമ്പോൾ ആവി ആത്മാവുക്ക് വിരോധമാകവും ആത്മാ ആവിക്ക് വിരോധമാകവും ഇച്ഛിക്കുന്നു. ആത്മാവിലാഷം ജഡത്തിനും ജഡാവിലാഷം ആത്മാവിനും വിരോധമായിരിക്കുന്നു. അതാ വിരോധമാണ് പാപം. അതാണ് വിരോധമായ പാപം. നന്മ ചെയ്യ வேண்டும் என்று நான் வாஞ்சிக்கிறேன். നന്മ ചെയ്യുവാൻ എനിക്ക് താല്പര്യമുണ്ട്. எனக்கு സമ്മതിയില്ലാത്ത ചില തിന്മകളെ ഞാനേ ചെയ്യും. എന്നാൽ ഇച്ഛിക്കാത്ത തിന്മകൾ ഞാൻ പ്രവർത്തിക്കും. അതിനാൽ ഞാനുള്ള எனக்குள் വാസമായിരിക്കും പാപമേ அப்படி செய்கிறது என்று വേദത്തിൽ വാസിക്കും. ഞാൻ എല്ലാവരിലും വസിക്കുന്ന പാപം അത്രേ അത് ചെയ്തതെന്ന് ബൈബിളിൽ വായിക്കുന്നു. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അതാ ബി ഗ്രൂപ്പ്. അതാണ് ബി ഗ്രൂപ്പ്. വിരോധമാണ് പാപം ചെയ്യണം. വിരോധമായ പാപം ചെയ്യണം. അതിലൊരു പാപത്താൽ മുറുമുറുപ്പ്, അതിലൊന്നാണ് പിറുപിറുപ്പ്, കസപ്പ്, കയ്പ്. അല്ലെങ്കിൽ എഫേസ്യർ 4-ാം അധികാരം 31-ാം വചനത്തിലെ ചില പാപങ്ങൾ. എഫേസ്യർ 4:31 കാണുന്ന ചില പാപങ്ങൾ: കോപം, മൂർഖങ്ങൾ, ക്രോധാനം, കസപ്പുകൾ, കയ്പ്, വിദ്വേഷം, പക. ഇതെല്ലാം വിരോധമാണ് പാപങ്ങൾ. ഇതെല്ലാം വിരോധമായ പാപം. ഇല്ലെങ്കിൽ നാം കോപിക്കാത്ത നാളുണ്ട്, കോപിക്കാത്ത ദിവസങ്ങളുണ്ടോ? ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. കോപിച്ച് താൻ ആരാധനയ്ക്ക് വരുവാർ. കോപിച്ചിട്ടായിരിക്കും ആരാധനയ്ക്ക് വരുന്നത്. ആരാധനയ്ക്ക് വന്ന പിற்பாடு കോപിக்கிறார். ആരാധനയ്ക്ക് വന്ന് അവിടെയും ദേഷ്യപ്പെടുന്നു. നീ ദേവനക്ക് വിരോധமான പാപം ചെയ്യുക. നീ ദൈവത്തിനെതിരായി പാപം ചെയ്യുന്നു. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അത് ബി ഗ്രൂപ്പ്. അത് ബി ഗ്രൂപ്പ്. ഇനി സി ഗ്രൂപ്പ് എന്നത് ഈ സി ഗ്രൂപ്പ് എന്നത് 16-ാം വചനത്തിൽ ഇരുന്ന് 22-ാം വചനം മുടിയും 16 മുതൽ 22 വരെയുള്ള വചനങ്ങൾ. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അവനുടെ പേര് ദുന്മാർഗൻ. തന്നെ വിളിക്കുന്നത് ദുഷ്ടൻ. എ ഗ്രൂപ്പിനുടെ പേര് എൻ പരിശുദ്ധവാൻ. എ ഗ്രൂപ്പിന്റെ പേര് എന്റെ വിശുദ്ധന്മാർ. ബി ഗ്രൂപ്പിനുടെ പേര് എൻ ജനങ്ങൾ. ബി ഗ്രൂപ്പിനെ എന്റെ ജനമെന്ന് വിളിക്കുമ്പോൾ സി ഗ്രൂപ്പ് കൂപ്പിടുവരുത്. സി ഗ്രൂപ്പിനെ വിളിക്കുന്നത് ദുഷ്ടന്മാരെന്നാണ്. ദുന്മാർഗൻ ഉലകത്തിലെ ദുന്മാർഗനല്ല. ആ ദുഷ്ടൻ എന്ന് പറയുമ്പോൾ ലോകത്തിൽ കാണുന്ന ദുഷ്ടന്മാരല്ല, കുടികാരനല്ല, മദ്യപാനിയല്ല. ഇവൻ രക്ഷിക്കപ്പെട്ട് ഇവൻ രക്ഷിക്കപ്പെട്ടിട്ട് ജ്ഞാനസ്നാനം എടുത്ത് സ്നാനപ്പെട്ടിട്ട് പരിശുദ്ധാവിന് അഭിഷേകം പെറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് ഊഴിയങ്ങൾ പല വിധത്തിൽ ചെയ്യുക. കർത്താവിൻ പലവിധമായ ശുശ്രൂഷകളിലും ഏർപ്പെട്ടിട്ട് സൺഡേ സ്കൂൾ ഊഴിയങ്ങൾ ചെയ്യലാം, സൺഡേ സ്കൂൾ ശുശ്രൂഷ ചെയ്തേക്കാം, ഏരിയ പ്രയർ നടത്തലാം, ഏരിയ പ്രയർ നടത്തിയേക്കാം, പലവിധമായ ഊഴിയങ്ങൾ ചെയ്യലാം, മറ്റു പല ശുശ്രൂഷകൾ ചെയ്തേക്കാം. എന്നാൽ അവരുടെ സ്വഭാവം ദുന്മാർഗത്തേതുവാന സ്വഭാവം. എന്നാൽ അവന്റെ സ്വഭാവം നോക്കിയാൽ ദുഷ്ടന്റെ സ്വഭാവം. അങ്ങ് 10 വിധമായ സ്വഭാവങ്ങളെ കുറിച്ച് വാസിக்கிறோம். അവിടെ പറഞ്ഞിരിക്കുന്ന 10 വിധമായ സ്വഭാവങ്ങൾ കാണാം. 16-ാം അധികാരത്തിൽ കീഴെ വാസിக்கிறோம். 11-ാം അധ്യായം മുതൽ ദുന്മാർഗനെ നോക്കി യഹോവ ദുഷ്ടനോട്, നീ എന്നിടത്തിൽ ഉടൻപടിക്ക ചെയ്യുവും എന്നിടത്തിൽ എന്നോട് നിയമം ചെയ്യുവാനും എന്റെ വചനങ്ങൾ നിന്റെ വായിലെടുപ്പാനും നിനക്കെന്ത് കാര്യം? ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. നിനക്കെന്ത് കാര്യം? നീ ഉടൻപടിക്ക ചെയ്ത, നീ നിയമം ചെയ്തു, നീ ജ്ഞാനസ്നാനത്തിൽ ഉടൻപടിക്ക ചെയ്ത, സ്നാനത്തിൽ കൂടെ നിയമം ചെയ്തു, വിവാഹത്തിലും ഉടൻപടിക്ക ചെയ്ത, വിവാഹ ഉടമ്പടിയും ചെയ്തു, പരിശുദ്ധാവിന്റെ അഭിഷേകത്തിലും ഉടൻപടിക്ക ചെയ്ത, അഭിഷേകത്തിലും നിയമം ചെയ്തു. അഭിഷേകത്തിൽ ചെയ്യുന്ന ഉടൻപടിക്ക താൻ സമാധാനത്തിന് ഉടൻപടിക്ക എന്റെ എസെക്കിയേൽ പുസ്തകത്തിൽ വാസിക്കുന്നു. അഭിഷേകത്തിൽ നമ്മൾ ചെയ്യുന്ന നിയമമാണ് സമാധാന നിയമം എന്ന് യെഹെസ്കേൽ പ്രവചനത്തിൽ കാണുന്നു. അത് ദേവരാജ്യം കുസിപ്പും കുടിപ്പുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാവിനാൽ ഉരുവാക്കപ്പെടും സന്തോഷം എന്ന് വാസിക്കുന്നു. ദൈവത്തിന്റെ രാജ്യഭക്ഷണവും മാന്യമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവും. നീ ഉടൻപടിക്ക ചെയ്തത് ആകയാൽ ഇങ്ങനെ ഒരു നിയമം ചെയ്യുന്നു. ഉലകത്തിലെ ദുന്മാർഗൻ ഉടൻപടിക്കൊന്നും தெரியாது. ചില ദുഷ്ടനെ നിയമങ്ങളൊന്നും അറിയില്ല. ദൈവത്തിന് മഹത്വം. നീ ഉടൻപടിക്ക ചെയ്ത, നീ നിയമം ചെയ്തു, നീ എന്നിടത്തിൽ ഉടൻപടിക്ക ചെയ്യുവും എന്നോട് നിയമം ചെയ്യുവാൻ എന്നോട് വസനങ്ങളെ എടുത്തു ഉരയ്ക്കും എന്റെ വചനങ്ങളെ നിന്റെ വായിലെടുപ്പാനും ഉനക്ക് എന്നാ ന്യായം? നിനക്കെന്ത് കാര്യം? കാരണമെന്ന് എനിക്കുള്ള വസനങ്ങളെ പഠിച്ചു പാരുന്നു. തുടർന്ന് താഴോട്ടുള്ള വചനങ്ങളിൽ നീ ദുന്മാർഗനെ പറക്കുമ്പോൾ അവനോട് തിരുടനെ കാണിക്കുമ്പോൾ ഒരുമിച്ച് നീ പോകുക. കള്ളനെ കണ്ടാൽ അവൻ അനുകൂലപ്പെടുന്നു. നീ എന്റെ വാർത്തകളെ ഉനക്ക് പിന്നാകെ നീ എറിந்து പോടും. നിന്റെ വചനങ്ങളെ നിന്റെ പുറകിൽ എറിഞ്ഞു കളയുന്നു. വ്യഭിചാരരോടും ഉനക്ക് പങ്കുണ്ട്. നീ വ്യഭിചാരികളോട് പങ്കുകൂടുന്നു. ഉന്റെ വായ് സർപ്പണയെ പിണയ്ക്കുക. നിന്റെ വായ് ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു. ഇവിടെ 10 വിധമായ കാര്യങ്ങൾ, 10 വിധമായ കാര്യങ്ങൾ ഇങ്ങനെയുണ്ട്. ഇവകളെ നീ ചെയ്യുമ്പോൾ നീ ഇവ ചെയ്തിട്ട് ഞാൻ മൗനമായിരുന്നു, ഞാൻ മിണ്ടാതിരിക്കാൻ ഞാൻ പാപം
பார்க்காமல்ல, ഞാൻ കാണാതെയല്ല. ഇവകളെ നീ ചെയ്യുമ്പോൾ, നീ ഇവ ചെയ്യുമ്പോൾ, ഇവകളെ നീ பேசுമ്പോൾ, നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ, എൻ സഭയിൽ വന്ന് എനിക്ക് വിരോധമായി ഇപ്പടി பேசுമ്പോൾ, എന്റെ സഭയിൽ വന്നിട്ട് എനിക്ക് വിരോധമായി ഇതൊക്കെ പറയുമ്പോൾ, അല്ലെ ഉന്റെ കുടുംബ வாழ்க்கைയിൽ നീ பேசுമ്പോൾ, കുടുംബ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, ഞാൻ മൗനമായിരുന്നു, ഞാൻ മിണ്ടാതിരുന്നു. ഞാൻ കേൾക്കാമല്ല, കേട്ടെ. ഞാൻ കേട്ടത് കേൾക്കാഞ്ഞിട്ടില്ല, കേട്ടു. ഉന്റെ പോലെ ഞാനും ഇരുപ്പൻ എന്ന് നീ നിലവ് കൊണ്ടായി. അപ്പോൾ നീ ചിന്തിച്ചു, ഞാനും നിന്നെ പോലെയുള്ളവനെന്ന്. ഞാൻ ഇവിടെ ചെയ്തേനെ, ഞാൻ ഇതൊക്കെ ചെയ്തു. എനിക്കൊരു ആപത്തില്ല, എനിക്കൊരു പ്രശ്നമാപത്തില്ലല്ലോ, എനിക്കൊരു വ്യാധി, എനിക്ക് രോഗമില്ലല്ലോ, എനിക്ക് കഷ്ടമില്ല, എനിക്കൊരു കഷ്ടമില്ലല്ലോ, എനിക്കൊന്നുമില്ല. ഓ എനിക്ക് പ്രശ്നങ്ങളില്ലല്ലോ. അപ്പൊ ഞാൻ ചൊല്ലുന്നത് കറക്റ്റ് താ. അപ്പൊ ഞാൻ ചെയ്തതാണ് ശരി. ദേവൻ എൻ പക്ഷം, ദൈവം എന്റെ കൂടെയാണ്. ഇവകളെ നീ ചെയ്യുമ്പോൾ ഞാൻ മൗനമായിരുന്നേ. നീ ഇവ ചെയ്തപ്പോൾ ഞാൻ മിണ്ടാതിരുന്നു. ഉന്നെ പോലെ ഞാൻ ഇരുപ്പൻ എന്ന് നീ നിലവ്. അതുകൊണ്ട് ഞാൻ നിന്നെ പോലെയുള്ളവനെന്നത് നിരൂപിച്ചു. അത് അടുത്ത വസനം എന്നെ വാസിക്കും. തുടർന്നുള്ള വചനത്തിൽ എന്ത് വായിക്കും? ഞാൻ ഉന്നെ കടിഞ്ഞുകൊണ്ട് ഉനക്ക് മുൻപാകെ ഒന്നൊന്നാകെ നിരത്തി വയ്ക്കും. ഞാൻ നിന്നെ ശാസിച്ച് അവയെ നിന്റെ മുമ്പിൽ ഓരോന്നായി നിരത്തി വയ്ക്കും. കർത്തരെ മറക്കുന്നവരെ ഇതേ ചിന്തിച്ചപ്പോൾ, ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളി. ഇരാവിട്ടാൽ അല്ല, ഞാൻ നിങ്ങളെ പീറിപ്പോടും. ഞാൻ നിങ്ങളെ കീറിക്കളയും. വിടുവിക്കാൻ യാരും, വിടുവിപ്പാൻ ആരും ഉണ്ടാകില്ല. ഇത് എന്താ സമയം? ഇതേത് സമയം? വെള്ളസിംഹാസനായിട്ട് അതാണ് വെള്ളസിംഹാസന ന്യായവിധി. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഇത് താൻ സഭയിലെ 3 ഗ്രൂപ്പ് എന്റെ നാം എല്ലാവരും വിളക്കിക്കൊള്ളണം. അപ്പോൾ മനസ്സിലാക്കുക, മുമ്പേ പറഞ്ഞ സഭയിലെ 3 വിഭാഗം ഇതാണ്. இந்த വസനത്തോട് ഒപ്പിട്ട് ഈ വചനങ്ങളോട് ചേർത്ത് ഒവ്വൊരു നാളും ഓരോ നാളും ഊഴിയர்களுം വിശ്വാസികളും പേരുകാരും വിശ്വാസികളും നിങ്ങളെ ആരാய்ந்து പാരുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ ആരാഞ്ഞ് പരിശോധിക്കും. ഞാൻ എന്ത ഗ്രൂപ്പ്? ഞാൻ ഏത് വിഭാഗത്തിൽ? ഞാൻ എ ഗ്രൂപ്പ്. ഞാൻ എ ഗ്രൂപ്പിലാണോ? ഞാൻ ബി ഗ്രൂപ്പ്. ഞാൻ ബി ഗ്രൂപ്പിലാണോ? இன்னைக்கு ചില പെற்றവർക്ക് വീട്ടിൽ വായി തുറക്കാൻ മുടിயாது. ചിലർക്ക് മാതാപിതാക്കൾക്ക് വീട്ടിൽ വായി തുറക്കാൻ പറ്റുന്നില്ല. വായി തുറന്ന ഉടനെ അപ്പ നിങ്ങൾ ഏത് ഗ്രൂപ്പാണ്? അയ്യോ ബി ഗ്രൂപ്പിക്ക് പോയിട്ടീங்களா? അയ്യോ അപ്പച്ചൻ ബി ഗ്രൂപ്പിലായോ? സി ഗ്രൂപ്പ് ആയിട്ടീங்களா? അയ്യോ അപ്പച്ചൻ ഇപ്പോൾ സി ഗ്രൂപ്പിലാണോ? പിള്ളകളെ തിരുത്തറാണ്. ആ മക്കൾ മാതാപിതാക്കളെ തിരുത്തുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. നാം എല്ലാവരും എ ഗ്രൂപ്പ് ആക വേണ്ടുമെന്ന് ദേവൻ വാഞ്ചിക്കുന്നു. നമ്മളെല്ലാവരും എ ഗ്രൂപ്പ് തന്നെ ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവർ താൻ എടുത്തുകൊള്ളപ്പെടും. അവരാണ് എടുക്കപ്പെടുക. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരും. നമ്മുടെ വിഷയത്തിലേക്ക് വീണ്ടും വരാം. 10 നിമിഷം നാം പേസും. ഞാനൊരു 10 മിനിറ്റ് കൂടെ സംസാരിക്കും. ദേവനൊക്കെ ദൈവത്തിന് മഹത്വം. യാർ എടുത്തുകൊള്ളപ്പെടും? ആരെടുക്കപ്പെടും? നമുക്ക് യാർക്ക് തരുന്ന ഒരു വസനത്തെ വാസിക്കും. സുപരിചിതമായ ഒരു വാക്യം 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-17 വസനങ്ങൾ വാസിക്കുമ്പോൾ 1 തെസ്സലോനിക്കർ 4:16-17 വചനങ്ങളിൽ നാം എന്നെ വാസിക്കും. അവിടെ എന്ത് വായിക്കുന്നു? കർത്താവ് താമേ ആരവാരത്തോടും കർത്താവ് താൻ ഗംഭീരനാദത്തോടും ദൂതന്റെ ശബ്ദത്തോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും എക്കാലത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി പരലോകത്തിൽ ഇருந்து ഇറങ്ങി വരും. സ്വർഗത്തിൽ നിറഞ്ഞു വരും. அப்போது கிறிஸ்துவுக்குள் மரித்தவர்கள் முதலாவது எழுந்திருப்பார். അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. பின்பே கிறிஸ்துவில் ജീവനോട് இருக்கிறவர்கள் മറുരൂപപ്പെടുവാർ. പിന്നെ ക്രിസ്തുവിൽ ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പോൾ ക്രിസ്തുവുക്കുൾ നാം മരിക്കുന്നു. ആകയാൽ മരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൽ. വിഷയം ഇൻ ക്രൈസ്റ്റ്. നമ്മുടെ വിഷയം ക്രിസ്തുവിൽ. ക്രിസ്തുയേശുവിൽ. സത്യം. അതൊരു വലിയ ആഴമായ സത്യമാണ്. സാധാരണ സത്യമല്ല. ഇതൊരു സാമാന്യവൽക്കരിക്കപ്പെടുന്നില്ല. സാധാരണ ആരാധന മരിച്ച ഉടനെ ആരെങ്കിലും സാധാരണഗതിയിൽ മരിച്ചാൽ ചിലർക്ക് എഴുതി പോടുവാണ്. അവിടെയൊക്കെ ഇങ്ങനെ എഴുതി വയ്ക്കും. ദൈവത്തിന് ബന്ധം. ചിലർ എഴുതുന്നത് കർത്തവர்கள் മരിക്കുന്നവர்கள் ഭാഗ്യവാനുകൾ എന്ന് എഴുതി വയ്ക്കും. ചിലരിങ്ങനെ എഴുതി ഇത് മുതൽ കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാരെന്ന്. അത് വലിയ തവറ്. അതൊരു അബദ്ധോപദേശമാണ്. പരിശുദ്ധവാന്കൾക്ക്, പരിശുദ്ധമായി ജീവിത വിശ്വാസികൾക്ക് വെട്ടി அந்த വസനത്തെ എഴുതக்கூடாது. വിശുദ്ധരായി ജീവിച്ച വിശ്വാസികൾ മരിക്കുമ്പോൾ പെട്ടിയിൽ ഈ വചനം ഒരിക്കലും എഴുതരുത്. ഇത് വെളിപ്പെടുത്തൽ 14-ാം അധ്യായം 13-ാം വസനത്തിലെ വസനം. വെളിപ്പാട് 14-13 വചനമാണ്. കൊണ്ട് കർത്തൃക്കുൾ മരിക്കുന്നവர்கள் ഭാഗ്യവാൻ. ഇത് മുതൽ കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ എന്നുള്ള വചനം. யாரு കർത്തൃക്കുൾ മരിக்கிறார்? ആരാണ് ഈ കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ? ഉപദ്രവ കാലത്ത് മരിக்கிறവர்கள் தான் കർത്തൃക്കുൾ മരിக்கிறവர்கள் എന്ന് ഉപദേശം ചൊല്ലുക. അതാണ് ഉപദേശം പറയുന്നത്. പീഡാകാലത്തിൽ രക്തസാക്ഷികളായി മരിക്കുന്നവരാണ്
നാം കർത്തൃക്കുൾ മരിക്കുന്നതില്ല, നാം കർത്താവിൽ മരിക്കുന്ന മൃതന്മാരില്ല, നാം ക്രിസ്തുവുക്കുൾ മരിക്കുന്നു. പ്രത്യുത നാം ക്രിസ്തുവിൽ മരിക്കുന്നു. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഒരുവൻ ക്രിസ്തുവുക്കുൾ മരിച്ചവர்கள் முதலாவது எழுந்திருப்பார்கள். ആകയാൽ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. கிறிஸ்துவின் உயிரோடு இருக்கிறவர்கள் மறுரூபப்படுவார்கள். ക്രിസ്തുവിൽ ജീവനോട് ശേഷിക്കുന്നവർ எல்லாரும் கர்த்தருடைய வருகையில் எடுத்துக்கொள்ளப்படுவார்கள். കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്നവരാരാണ്? இந்த சென்டென்ஸ் வாசகத்தை சொல்லுது. ഈ വാക്യം പറയുന്നു, கிறிஸ்துவுக்குள் மரித்தவர்களும் கிறிஸ்துவுக்குள் உயிரோடு இருக்கிறவர்கள். ക്രിസ്തുവിൽ മരിച്ചവർ, ക്രിസ്തുവിൽ ജീവനോടിരിക്കുന്നവർ. ഇനി ആര് ക്രിസ്തുവുക്കുൾ മരിപ്പാർ? ആരാണ് ക്രിസ്തുവിൽ മരിക്കുക? ഒരുവൻ ക്രിസ്തുവിൽ മരിക്ക വേണ്ടുമാനാൽ ഒരുവൻ ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ முதலாவது அவன் கிறிஸ்துவுக்குள் வர வேண்டும். അവന് ക്രിസ്തുവിൽ ആയിത്തീരണം. இரண்டாவது அவன் கிறிஸ்துவுக்குள் இருக்க வேண்டும். രണ്ടാമത് അവൻ ക്രിസ്തുവിൽ വസിക്കണം. மூன்றாவது கிறிஸ்துவுக்குள் மரிக்க வேண்டும். മൂന്നാമത് അവൻ ക്രിസ്തുവിൽ മരിക്കണം. மூன்று அனுபவம். ഇത് മൂന്ന് വ്യത്യസ്ത അനുഭവങ്ങളാണ്. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. முதலாவது நீ கிறிஸ்துவுக்குள் வர வேண்டும். ഒന്നാമത് നീ ക്രിസ്തുവിൽ വരിക. எப்போது நாம் கிறிஸ்துவுக்குள் வர முடியும்? നമ്മൾ എപ്പോഴാണ് ക്രിസ്തുവിൽ ആയിത്തീരുന്നത്? சிலர் சொல்லுவாங்க, ചിലർ പറയും, மனம் திரும்பும் போதே நாம் கிறிஸ்துவுக்குள் வருகிறோம். മാനസാന്തരത്തോടുകൂടി നമ്മൾ ക്രിസ്തുവിൽ ആയിത്തീരുമെന്നാണ്. ഞാൻ നോക്കാം. മാനസാന്തരപ്പെടുമ്പോൾ நாம் கிறிஸ்துவுக்குள் வருகிறதில்லை. മാനസാന്തരപ്പെടുമ്പോൾ നമ്മൾ ക്രിസ്തുവിൽ ആകുന്നില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. மனம் திரும்பும் போது யோவான் எழுதின சுவிசேஷம் 1-ാം അധികാരം 12-ാം വചനത്തിൻപടി യോഹന്നാൻ 1:12 പ്രകാരം മാനസാന്തരപ്പെടുമ്പോൾ നാം ക്രിസ്തുவை ஏற்றுக்கொள்ளுகிறோம். നാം ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നു. கிறிஸ்துவை ஏற்றுக்கொண்டவர்கள் எத்தனை பேர்கள்? അവനെ കൈക്കൊണ്ടവർ അവരുടെ പിള്ളകളാകുമ്പടിക്ക് അധികാരം കൊടുത്താർ എന്ന് വാസിക്കും. മക്കളാകുവാൻ അധികാരം നൽകുന്നതായിരുന്നു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. எப்போது நாம் கிறிஸ்துவுக்குள் வருகிறோம்? നമ്മൾ എപ്പോഴാണ് ക്രിസ്തുവിലാകുന്നത്? ഉപദേശ രീതിയിൽ നാം പഠിക്കുമ്പോൾ, ഉപദേശപ്രകാരം പഠിക്കുമ്പോൾ, ജ്ഞാനസ്നാനത്തിലുമല്ല, അത് സ്നാനത്തിൽ പോലുമല്ല. സ്നാനമെടുക്കുമ്പോൾ സ്നാനപ്പെടുമ്പോൾ ഗലാത്യർ 3-ാം അധികാരം 27-26-ാം വചനത്തെ വാസിக்கிறவர்கள் ഗലാത്യർ 3:26 വായിക്കുമ്പോൾ, ஞானஸ்நானம் எடுத்தவர்கள் எத்தனை பேர்களோ அத்தனை பேரும் கிறிஸ்துவே ധരിத்து കൊണ്ടിരിക്കുകയും. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അവ ജ്ഞാനസ്നാനം എടുത്തവர்கள் ക്രിസ്തുവെ ധരിച്ചു കൊണ്ടുപോകും. ആകയാൽ സ്നാനപ്പെടുന്നവർ ക്രിസ്തുവിനെ ധരിക്കുകയാണ്. നാം ക്രിസ്തുവുക്കുൾ വര വേണം. എന്നാൽ നമ്മൾ ക്രിസ്തുവിൽ ആയിത്തീരണം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. എപ്പോഴും ക്രിസ്തുവുക്കുൾ വര മുടിയും? നമുക്ക് എപ്പോഴാണ് ക്രിസ്തുവിൽ ആയിത്തീരുവാൻ കഴിയുന്നത്? ഉപദേശ രീതി. ഉപദേശപ്രകാരം യോവാൻ 14-ാം അധികാരം 20-ാം വചനത്തെ നാം വാസിക്കുമ്പോൾ, യോഹന്നാൻ 14:20 ഞാൻ എൻ പിതാവിലും നിങ്ങൾ എന്നിലും ഞങ്ങൾ ഉങ്ങളിലും ഇരുപ്പത് അന്നാളിൽ അറിവീர்கள். ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് നിങ്ങൾ അന്ന് അറിയും. പരിശുദ്ധാവിൻ അഭിഷേകത്തിനാൽ, പരിശുദ്ധാത്മാഭിഷേകത്താൽ ക്രിസ്തുവുക്കുൾ വരുகிறோம். അങ്ങനെ നമ്മൾ ക്രിസ്തുവിലായിത്തീരും. നമ്മുടെ അസ്ഥിവാര ഉപദേശം, നമ്മുടെ അടിസ്ഥാന ഉപദേശം. இந்த ഉപദേശത്തെ മാറ്റാതിരിക്കും. ഈ ഉപദേശത്തിന് മാറ്റം വരുത്തിക്കൂടാ. എന്ത് ഊഴിയர்களுം മാറ്റാതിരിക്കും. ശുശ്രൂഷകരാരും മാറ്റരുത്. നീ രക്ഷിക്കപ്പെട്ട പോത് ക്രിസ്തുവുക്കുൾ വരുகிறதிല്ല. രക്ഷിക്കപ്പെടുമ്പോൾ നീ ക്രിസ്തുവിലായി തീരുന്നില്ല. ക്രിസ്തുവിന്റെ ചില അനുഭവങ്ങൾ പെറ്റുകൊള്ളല. ആ ക്രിസ്തുവിൽ നിന്ന് ചില അനുഭവങ്ങൾ പ്രാപിക്കുന്നു. സന്തോഷത്തെ പെറ്റുകൊള്ളും. സന്തോഷം പ്രാപിക്കുന്നു. സമാധാനം പ്രാപിക്കുന്നു. ആറുതൽ പെറ്റുകൊള്ളും. ആശ്വാസം പ്രാപിക്കുന്നു. ഇളപ്പാറുതൽ പെറ്റുകൊള്ളും. സ്വസ്ഥത പ്രാപിക്കുന്നു. ഇരുളിൽ നിന്ന് വിടുവിക്കപ്പെട്ട വെളിച്ചത്തിക്ക് വരല. അന്ധകാരത്തിൽ വിടുവിക്കപ്പെട്ട അത്ഭുത പ്രകാശത്തിലേക്ക് വെളിച്ചത്തിലേക്ക് വരണം. ക്രിസ്തുവുക്കുൾ വര വേണ്ടും. എന്നാൽ ക്രിസ്തുവിൽ വരണം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് വന്നു. കുടിക്കാൻ പറ്റില്ല. എനിക്ക് കുടിക്കാനുള്ള വെച്ചിട്ടുണ്ട്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് വന്നു. ഇതിനെ കയ്യിൽ എടുത്തതിനാല്, ഇത് ഇങ്ങനെ കയ്യിലേന്തിയത് കൊണ്ട് മാത്രം ഇത് ഞാൻ കുടിക്കാമില്ല. ഞാൻ ഇപ്പോഴത് കുടിച്ചിട്ടില്ല. കയ്യിലേന്തിയ എന്റെ കയ്യിലുണ്ട്. വില കൊടുത്ത് വാങ്ങിയ ഞാനൊരു പൈസ കൊടുത്ത് വാങ്ങി. ഇത് കടയിൽ ഇരുന്ന ഒരു കൂൾ ഡ്രിങ്ക്സ്. കടയിലുള്ള ശീതളപാനി ഇപ്പൊ എന്റെ വീട്ടിലുള്ള കൊണ്ടുവന്നു. ഇതെന്റെ വീട്ടിൽ കൊണ്ടുവന്നു. ഇത് എനിക്ക് സ്വന്തം. ഇത് എന്റേതായി മാറി. ആനാലും ഇത് ഞാൻ കുടിക്കാമില്ല. ഞാൻ പക്ഷെ ഇതുവരെ കുടിച്ചിട്ടില്ല. எப்போது நான் குடிக்கிறோம்? ഞാനിപ്പോൾ ஓபன் பண்ணி நான் குடிக்கவே. ഞാൻ അടുപ്പ് തുറന്ന് കുടിക്കും. தேவனுக்கு மகிமை. ദൈവത്തിന് വന്നു. அப்ப விலை கொடுத்து வாங்கியதினாலும், പൈസ കൊടുത്ത് വാങ്ങിച്ചത് കൊണ്ടോ வீட்டுக்குள்ள கொண்டு வந்தது വീട്ടിൽ കൊണ്ടുവന്നത് കൊണ്ടോ അത് നാമേ
അനുഭവമല്ല. അത് ഈ ഉള്ളിൽ ക്രിസ്തുവിൽ ആകുന്ന അനുഭവമല്ല. യേശുവിന്റെ രക്തത്തിനാൽ നാം വില കൊടുത്ത് വാങ്ങും. യേശുവിന്റെ രക്തവിലയായി നൽകി നമ്മെ വാങ്ങി. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ക്രിസ്തുവെ ധരിച്ചു കൊള്ളുക. നാം ക്രിസ്തുവിനെ ധരിച്ചു അത് വീട്ടിൽ കൊണ്ടുവരിക. അഥവാ വീട്ടിൽ കൊണ്ടുവരികയാണ്. ഇനി ഇത് നാം അനുഭവിക്ക വേണ്ടും. ഇത് രുചിച്ചറിയണം, അനുഭവിക്ക വേണ്ടും, കുടിക്കണം. அப்போது தான் நம் கிறிஸ்துவுக்குள் வருகிறோம். അപ്പോഴാണ് ക്രിസ്തുവിൽ ആകുന്നത്. அப்போ அனுபவிக்கும் போது അത് അനുഭവിക്കുമ്പോൾ நான் என் பிதாவிலும் நீங்கள் என்னிலும் நான் உங்களிலும் இருப்பதை அந்நாளில் அறிவீர்கள். ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നറിയും. பரிசுத்தாவின் அபிஷேகம் பெற்றுக்கொள்ளுகிற அனுபவம், പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്ന അനുഭവം, இது மேன்மையான அனுபவம். ഇതൊരു ശ്രേഷ്ഠമായ അനുഭവം. அபிஷேகத்தினால்தான் അഭിഷേകത്താലാണ് நாம் ஒரு சரீரமாக மாற்றப்படுகிறோம். നാം ഏക ശരീരമാകുന്നത്. രക്ഷിക്കപ്പെടും போது രക്ഷിക്കപ്പെടുമ്പോൾ நாம் ஒரு சரீரமாக மாற்றப்படுவது നാം ഏക ശരീരമാകുന്നില്ല. சபையிலே அங்கமும் அல்ல. സഭയിലെ അംഗവുമല്ല. ஆனால் அப்போஸ்தலர் നടപടികൾ 2:48 വാസിക്കും போது അപ്പോസ്തലപ്രവൃത്തി 2:48 വായിക്കുമ്പോൾ அங்க என்ன வாசிக்கும்? അവിടെ വായിക്കുന്നത് രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ അനുദിനം ദിനം പ്രതി അവർ സഭയിൽ ചേർത്തുകൊണ്ടാണ്. സഭയിൽ ചേർത്തുകൊണ്ടിരുന്നു. இந்த வசனத்தை எடுத்து வைத்து ഈ വചനങ്ങൾ എടുത്തു വെച്ച് അനേകരും തപ്പിതமாக വ്യാഖ്യാനിക്കും. ചിലത് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. രക്ഷിക്കപ്പെട്ടവരെ അനുദിനം സഭയിൽ ചേർത്താர்கள். രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയിൽ ചേർത്തു. മൂലഭാഷയിൽ അപ്പടിയല്ല. മൂലഭാഷയിലെ അർത്ഥം അങ്ങനെയല്ല. ദേവനക്ക് മനുഷ്യത്തിന് വന്നു. ചില ബൈബിൾ വിവർത്തനങ്ങളുണ്ട്, ചില ബൈബിൾ വിവർത്തനങ്ങളുണ്ട്. അതിലും അപ്പടിയല്ല. അതിലും അങ്ങനെയില്ല. രക്ഷിക്കപ്പെട്ടവരെ അനുദിനം എണ്ണിക്കയിൽ ചേർത്താர்கள். ആ രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി ആ സംഘത്തിൽ ആ എണ്ണത്തിൽ പെടുത്തിയെന്നാണ്. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. എണ്ണത്തിൽ ചേർത്താർ. ആ സംഖ്യയിൽ ഉൾപ്പെടുത്തി. സഭയിലല്ല. സഭയിലില്ല. അത് രക്ഷിക്കപ്പെട്ടവർ സഭയുടെ അംഗമല്ല. ആകയാൽ രക്ഷിക്കപ്പെട്ടവർ ദൈവസഭാംഗങ്ങളില്ല. അവർക്ക് അനുഭവങ്ങൾ പെറ്റുകൊള്ളലാം. അവർക്ക് പല അനുഭവങ്ങൾ പ്രാപിക്കാം. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അഭിഷേകത്തിനാല് താൻ നാം സഭയാകെ മാറ്റപ്പെടുക. അഭിഷേകത്തിൽ കൂടെ മാത്രമാണ് നമ്മൾ സഭയായി മാറുന്നത്. പരിശുദ്ധാവിന്റെ അഭിഷേകത്തെ പെറ്റുകൊള്ളുമ്പോൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുമ്പോൾ 2 കൊരിന്ത്യർ 5:16 വാസിക്കുമ്പോൾ 2 കൊരിന്ത്യർ 5:16 இப்போது ஒருவர் கிறிஸ்துவுக்குள் இருந்தால் அவன் புது மனுஷன். ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അഭിഷേകത്തെ പെറ്റുകൊള്ളുമ്പോൾ അഭിഷേകം പ്രാപിക്കുമ്പോൾ നീ ക്രിസ്തുവുക്കുൾ വരികയാണ്. നീ ക്രിസ്തുവിൽ ആകുന്നു. അപ്പോൾ നീ പുതു മനുഷ്യൻ. അപ്പോൾ നീ ഒരു പുതിയ സൃഷ്ടി. നിന്റെ പഴയതെല്ലാം മാറ്റപ്പെട്ടത്. പഴയതെല്ലാം കഴിഞ്ഞുപോയി. 3 അനുഭവങ്ങൾ മാറിവിട്ടത്. 3 അനുഭവങ്ങൾ മാറി. ദേവനക്ക് മഹിമ. ഒന്ന് ഒരു പുളിപ്പാൻ അനുഭവം ഇരുന്നത്. ഒന്ന് ഒരു പുളിപ്പിന്റെ അനുഭവം ഉണ്ടായിരുന്നു. രണ്ടാമത് കുളിമിയാൻ അനുഭവം ഇരുന്നത്. തണുത്തുപോയ അനുഭവം ഉണ്ടായിരുന്നു. ദേവനക്ക് മഹിമ. രണ്ടാമത് ചൂടില്ലാത്ത അനുഭവം. മൂന്നാമതായിട്ട് ചൂടില്ലാത്ത അനുഭവം. അതിനകത്ത് പഴയ കഞ്ചി ചൂടാക്കുമ്പോൾ പഴകനി ചൂടാക്കിയാൽ இந்த 3 അനുഭവങ്ങൾ നാം പെറ്റുകൊള്ളും. നമുക്ക് അതിൽ 3 അനുഭവങ്ങൾ കാണാം. ഒന്ന് അതിന്റെ പുളിപ്പാനത് പോയിവിടുക. ഒന്നതിന്റെ പുളിപ്പ് മാറും. രണ്ടാമത് കൊളുമ മാറിവിടുക. അതിന്റെ തണുത്ത അവസ്ഥ മാറും. ദേവനക്ക് അത് ചൂടുകഞ്ഞിയാകെ മാറുക. നല്ല ചൂടുകഞ്ഞിയായി. അപ്പോൾ താൻ പുതു സൃഷ്ടി. അതാണ് പുതിയ സൃഷ്ടി. ഇതേപോലെ ഉന്നുടയ வாழ்க்கைയിൽ നിന്റെ ജീവിതത്തിൽ പുളിപ്പാൻ അനുഭവമാക്കിയ പുളിച്ച അനുഭവമായ കർമ്മപാപങ്ങൾ മാറ്റപ്പെടും. കർമ്മപാപങ്ങൾ മാറ്റപ്പെടും. ദേവനക്ക് മഹിമ. കുളിമിയാൻ അനുഭവമാകിയ ജന്മപാപം മാറ്റപ്പെട வேண்டும். ആ തണുത്ത അവസ്ഥമായ ജന്മപാപം മാറണം. ഉന്റെ പഴയ സ്വഭാവമാകിയ സ്വയം മാറ്റപ്പെട வேண்டும். നിന്റെ പഴയ സ്വഭാവമായ സ്വയം കർമ്മപാപങ്ങൾ, ജന്മപാപങ്ങൾ, സ്വയം ഇത് 3 മാറ്റപ്പെടുമ്പോഴാൻ നീ പുതു സൃഷ്ടി എന്ന് சொல்ல முடியும். കർമ്മപാപം, ജന്മപാപം, സ്വയം പൂർണ്ണമായി നീങ്ങിയാൽ നിന്നെ ഒരു പുതിയ സൃഷ്ടി എന്ന് വിളിക്കാൻ. അപ്പോൾ തന്നെ പുതു സൃഷ്ടി. ഇപ്പോൾ മാത്രമാണ് നീ പുതിയ ജന്മ സ്വഭാവത്തെ നീ വൈത്തുകൊണ്ട്, നിന്റെ പ്രാകൃത സ്വയത്തെ വൈത്തുകൊണ്ട്, സ്വയം വെച്ച് പുലർത്തി, പഴയ സ്വഭാവങ്ങളെ പഴയ സ്വഭാവങ്ങൾ വെച്ച് പുലർത്തി സൃഷ്ടി എന്ന് சொல்ல முடியாது. പുതിയ സൃഷ്ടി എന്ന് അവകാശപ്പെടാനാവില്ല. സൃഷ്ടി എന്ന് சொல்லுമ്പോൾ പുതിയ സൃഷ്ടി എന്നാൽ പഴയതെല്ലാം മാറിവിട്ടു. പഴയതെല്ലാം പാടേ കഴിഞ്ഞുപോയി. ദേവനൊക്കെ മഹിമ. ദൈവത്തിന് മഹത്വം. അത് അഭിഷേകത്തിനാൽ ദേവൻ നമ്മെ പുതു സൃഷ്ടിയാക മാറ്റുക. ദൈവത്തിന്റെ അഭിഷേകത്താൽ പുതിയ സൃഷ്ടിയാകുന്നു. മേലും അഭിഷേകത്തിനാൽ തുടർന്ന് അഭിഷേകത്താൽ ശരീരമാക ദേവൻ നമ്മെ മാറ്റുക. ദൈവം ഏക ശരീരമാകുന്നു. 1 കൊരിന്ത്യർ 13
12 വാസിക്കുമ്പോൾ 1 കൊരിന്ത്യർ 13:12 ഒരേ ആവിയിനാൽ ഏകാത്മാവിനാൽ അവർ ഒരു ശരീരமாக മാറ്റപ്പെട്ടു. ഏക ശരീരമായി ഒരേ ആവിയിനാൽ ഒരേ ആത്മാവിനാൽ ഒരു ശരീരமாக മാറ്റപ്പെട്ടു. ഒരേ ശരീരമായി മാറും. அந்த சரீரம் தான் தேவசபை. ആ ശരീരമാണ് ദൈവസഭ. தேவசபையாக நீ மாற்றப்பட வேண்டுமானால் ഈ ദൈവസഭയായി തീരണമെങ്കിലോ രക്ഷിക്കപ്പെട്ടാൽ പോതാതെ, രക്ഷിക്കപ്പെട്ടാൽ പോരാ, അഭിഷേകം പെട്ടാൽ പോതാതെ, സ്നാനപ്പെട്ടാൽ പോരാ, അഭിഷേകത്തെ പെറ്റുകൊള്ള வேண்டும். അഭിഷേകം പ്രാപിച്ചേ മതിയാവും. தேவனுக்கு மகிமை. ദൈവത്തിന് പോകും. அப்போதுதான் சபையாக சரீரமாக மாற்றப்படுகிறோம். അങ്ങനെയെങ്കിലാണ് ദൈവസഭയായി അഭിഷേകത്തിൽ നിറമ്പി 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 കൊണ്ട് ദാഹങ്ങൾ മാറ്റപ്പെടാൻ തുടർന്ന് അഭിഷേകത്തിൽ നിറഞ്ഞ ആത്മാവിനാൽ നിന്റെ ദാഹം തീർത്ത് നീ അതിനെ പാലിച്ചു. അതേ വസനത്തിന്റെ കടസി പകുതിയിൽ വാസിക്കുമ്പോൾ അതേ ആവിയിനാൽ അവർ ദാഹം തീർക്കപ്പെടുகிறோம். ആ വചനത്തിനൊടുവിൽ കാണുന്ന ഏകാത്മാവിനെ പാനം ചെയ്യുന്നു, ദാഹം തീരുന്നു. നമ്മുടെ ദാഹങ്ങൾ മാറ്റപ്പെട வேண்டும். നമ്മുടെ ദാഹങ്ങൾ ക്ഷമിക്കണം. പരിശുദ്ധത്തിൻ ദാഹം, വിശുദ്ധിയുടെ ദാഹം, വിശുദ്ധിயின் ദാഹം, വിശ്വാസത്തിൻ ദാഹം, വിശ്വാസത്തിലെ ദാഹം, ജപജീവിയത്തിൻ ദാഹം, ജയജീവിതത്തിന് വേണ്ടി ജയജീവിയത്തിൻ ദാഹം, ജീവിതത്തിന് ദാഹം. നമ്മുടെ ആവിക്കുറിയ ജീവിതത്തിൽ ഉള്ളാനം എന്നതിനൊക്കെ പല ദാഹങ്ങളുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ആന്തരിക മനുഷ്യന് അനവധി ദാഹങ്ങളുണ്ട്. அந்த ദാഹങ്ങൾ മാറ്റപ്പെട வேண்டும். ആ ദാഹങ്ങൾ തീർക്കപ്പെടും. அப்போதுதான் பூர்ண ஜெயாளியாக நாம் மாற முடியும். അപ്പോഴാണ് സമ്പൂർണ്ണ ജയാളികളായി തീരുക. அப்போதுதான் നമ്മുടെ ജീവിതത്തിൽ പിന്മാറ്റമില്ലാത്ത ജീവിതം. അപ്പോൾ നമ്മുടെ ജീവിതം പിന്മാറ്റരഹിതമായി തീരും. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அப்ப கிறிஸ்துவுக்குள் நாம் வர வேண்டும். അങ്ങനെ പരിശുദ്ധാവിൻ അഭിഷേകത്തെ പെற்றுകൊള്ള வேண்டும். പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അടുത്തത് ക്രിസ്തുവുക്കുள் நாம் இருக்க வேண்டும். അടുത്തതായി ക്രിസ്തുവിൽ വസിക്കണം. അഭിഷേകം പെറ്റ പിற்பாട് അഭിഷേകം പ്രാപിച്ചിട്ട് മനം പോലെ മനസ്സും മാംസവും വിരുമ്പി കാര്യങ്ങൾ ചെയ്യുവതല്ല. ജനത്തിന് മനോവികാരത്തിനും ഇഷ്ടമായി ചെയ്ത് ബോധിച്ചത് പോലെ നടക്കുകയില്ല. അങ്ങും ഇങ്ങും പോയി വരുகிறതല്ല. തന്റെ ഇഷ്ടത്തിന് പോവുക വരികയില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. பரிசுத்தவான்களோடு ஐக்கியப்பட்டு ഉപദേശത്തിൽ നിലത്തിരുക്ക வேண்டும். വിശുദ്ധന്മാരോട് ഐക്യപ്പെട്ട് ഉപദേശത്തിൽ ഉറ്റു നിൽക്കണം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധികാരം 24-ാം വചനത്തെ വാസിക്കുമ്പോൾ യോഹന്നാൻ 14:20 വായിക്കുമ്പോൾ ഉപദേശത്തിൽ നിലത്തിരുக்கிறார்கள். അവർ ഉപദേശത്തിൽ നിലനിൽക്കും. അപ്പോൾ നാങ്ങളും അവരോട് തങ്ങുவோம். അപ്പോൾ ഞങ്ങളും അവരോടുകൂടെ വസിക്കും. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ഉപദേശത്തിൽ നിലത്തിരുക്ക வேண்டும். ആകയാൽ ഉപദേശത്തിൽ ഉറച്ചു നിൽക്കണം. അതാ ക്രിസ്തുവുക്കുள் വന്നവர்கள் ക്രിസ്തുവുക്കുள் இருக்க வேண்டும். ആകയാൽ ക്രിസ്തുവിലായവർ ക്രിസ്തുവിൽ വസിക്കണം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அதுக்குதான் தேவன் அவருடைய சபையை ஸ்தாபித்தார். ദൈവത്തിന്റെ സഭയെ സ്ഥാപിച്ചത് ഈ ഉദ്ദേശത്തിനായി. ஊழியர்களை தேவன் ஏற்படுத்தினார். ദൈവം ശുശ്രൂഷകരെ അതിനായി നിയോഗിച്ചു. அப்ப ஊழியர்கள் யாருன்னு நாம் நன்றாக விளங்க வேண்டும். അപ്പോൾ ശുശ്രൂഷകർ ആരാണെന്ന് വ്യക്തമായി തിരിച്ചറിയുക. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ஊழியர்களுக்கு பலவிதமான தகுதிகள் வேதத்தில் வாசிக்கிறோம். ശുശ്രൂഷകർക്കുള്ള പല യോഗ്യതകൾ ബൈബിളിൽ കാണാം. അവർ ബൈബിൾ കോളേജിൽ പഠിക്കാവിട്ടാലും ബൈബിൾ കോളേജിൽ പഠിക്കേണ്ടതില്ല, ഡിഗ്രി ഇല്ലാവിട്ടാലും ഡിഗ്രി വേണമെന്നില്ല. അവർക്ക് ചില തകുതികൾ ക്വാളിഫിക്കേഷൻ തേவை. പക്ഷേ ചില യോഗ്യതകൾ അത്യാവശ്യം. എബ്രായർ 5-ാം അധികാരം 4-ാം വചനത്തെ വാസിക്കുമ്പോൾ എബ്രായർ 5:4 വായിച്ചാൽ ആരോനെ പോലെ അழைக்கப்படாமல் தானாக சுயமாக இந்த கனமான ஊழியம் ഒരുവനാലും செய்ய முடியாது. അവനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും സ്വതവേ ഈ സ്ഥാനം മഹത്വമേറിയ ശുശ്രൂഷ ഏറ്റെടുക്കുന്നില്ല. അവനക്ക് ഒരു അழைപ്പ് தேவை. തനിക്കൊരു വിളി ആവശ്യം. ദേവൻ എന്നെ അழைத்தார். നിന്റെ ദൈവം എന്നെ വിളിച്ചു. 1972 ഡിസംബർ മാസം 30-ാം തീയതി പിற்பകൽ 3 മണിക്ക് ദേവൻ എന്നെ അழைத்தார். 1972 ഡിസംബർ 30 ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ദൈവം എന്നെ വിളിച്ചു. ഒരു ആപത്ത് നേരിട്ടത്. എനിക്കൊരു വലിയ അപകടം സംഭവിച്ചു. എന്റെ മൂക്ക് ഉടഞ്ഞു വിട്ടത്. എന്റെ ആ മൂക്കിന്റെ പാലമുടഞ്ഞു. ദേവനുക്ക് മഹിമ. ദേവൻ എന്നോട് പേസിനാർ. ദൈവം അപ്പോൾ എന്നോട് സംസാരിച്ചു. ഉൻ വഴിയുമല്ല, ഉൻ വഴി എൻ വഴിയുമല്ല. എന്റെ വഴികൾ നിന്റെ വഴികളല്ല, നിന്റെ വഴികൾ എന്റെ വഴികളല്ല. നീ എന്റെ ഊഴിയത്തുക്കാக ഞാൻ നിന്നെ അழைക്കുന്നു. ഞാൻ നിന്നെ എന്റെ ശുശ്രൂഷയ്ക്കായി വിളിച്ചിരിക്കുന്നു. അപ്പൊ ഈ ഊഴിയത്തെ കുറിച്ച് നന്നാക എനിക്ക് തെരിയും. എനിക്ക് ഇവരെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. ചിന്ന വയസ്സിൽ இந்த ஊழியத்தை எப்படி செய்ய முடியும் എന്നൊരു ഭയം. എന്നാൽ ഈ ചെറുപ്രായത്തിൽ എങ്ങനെ ഞാൻ ഈ വേല ചെയ്യുമെന്നൊരു ഭീതി. വട ഇന്ത്യാവിൽ ചെന്ന് വടക്കേന്ത്യയിൽ ചെന്ന് വേലയെല്ലാം ചെയ്ത് കുറച്ച് ജോലി ചെയ്ത് അപ്പുറം ഊഴിയத்துக்கு வரலாம் என்று ഞാൻ എനിക്ക് ഒരു സ്വയமான ഒരു കുറെ വൈകി വേല ചെയ്യാമെന്ന് ഞാൻ സ്വയമേ അങ്ങനെ ഒരു ധാരണയിൽ ജീവിച്ചു. ആണ്ടവർ മൂക്കൊടയത്ത് പോട്ടത്. കർത്താവിന്റെ മൂക്ക് പൊട്ടിച്ചു. എന്നാൽ എനിക്ക് അഴപ്പാക്കാവത് വിരുന്നാൽ മൂക്കൊടയത്തുക്ക് മുന്തി വന്നിടുന്നത്. ആകയാൽ വിളിയുള്ള
உண்மையுள்ளவர் அவர் அப்படியே செய்வார். നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. ഇതൊരു മഹിമயான ஊழியம். ഇതൊരു മഹത്വമേറിയ ശുശ്രൂഷ. ഇത് മനുഷ്യ ഊഴിയമല്ല, മാനുഷികമായ ഒരു വേലയല്ല. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. പിതാവാം ദേവൻ ഘനം பண்ணுகிற ஊழியம். പിതാവ് മാനിക്കുന്ന ശുശ്രൂഷ. യോവാൻ 12-ാം അധികാരം 26-ാം വചനത്തെ വാസിക്കുമ്പോൾ യോഹന്നാൻ 12:26 അവൻ എനിക്ക് ഊഴിയം ചെയ്താൽ അവൻ എന്നെ പിൻപറ്റ കടവൻ. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ ഞാൻ അനുഗമിക്കട്ടെ. എங்கே இருக்கிறேனோ அங்கே என் ஊழியக்காரனும் இருப்பான். ഞാനിരിക്കുന്നിടത്തെ ശുശ്രൂഷക്കാരനും ഇരിക്കും. பிதாவானவர் அவனை கனம் பண்ணுவார். പിതാവ് അവനെ മാനിക്കും. பிதாவானவர் கனம் பண்ணுகிற ஊழியமே இந்த ஊழியம். പിതാവിനാൽ മാനിതമായ ശുശ്രൂഷയാണത്. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ഞാൻ 54 വർഷமாக இந்த ஊழியம் செய்து வருகிறேன். 54 ആണ്ടുകളായി ഞാൻ ഈ വേല ചെയ്തു പോരുന്നു. இந்த ஊழியத்திலே பலவிதமான பிரச்சனைகள் போராட்டங்கள் இருந்தாலும் கூட പലവിധമായ പ്രതിസന്ധികൾ സംഘർഷങ്ങളെല്ലാം ഉണ്ടായാൽ கூட எனக்கு பின்மாற்றம் வந்ததில்லை. ഒരു ദിവസം പോലും ഒരു പിന്മാറ്റം എന്നിൽ വന്നില്ല. ஊழியம் விட்டு விலக வேண்டும் என்று நான் வாஞ்சித்தது. വേല വിട്ടു പോയാൽ കൊള്ളാമെന്നുള്ള എന്റെ ചിന്തയെ കഷ്ടത്തെ ഞാൻ ഇതുവരെയ്ക്ക് എന്റെ വീട്ടുകാർക്ക് சொன்னது. എന്റെ കഷ്ടതകൾ എന്റെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞിട്ടേയില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. കാരണം எனக்குள் பின்மாற்றம் இல்லை. കാരണം എന്നിൽ പിന്മാറ്റമില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ഇതൊരു മഹിമயான ஊழியம். ഇതൊരു തേജസ്സേറിയ ശുശ്രൂഷ. ആർദ്രതയിൻ ஊழியம். സ്വസ്ഥമായ ശുശ്രൂഷ. ആശ്വാസமான ஊழியம். ആശ്വാസം നൽകുന്ന ശുശ്രൂഷ. சமாதான ஊழியம். സമാധാന ശുശ്രൂഷ. எந்த அளவுக்கு கிறிஸ்துவுக்காக பாடுபட்டு ஜீவிக்கிறோமோ அந்த அளவுக்கு ஆறுதல் சமாதானம். നാം എത്രത്തോളം കർത്താവിനായി അധ്വാനിച്ച് കഷ്ടപ്പെടുന്നു അതിനനുസരിച്ച് ആശ്വാസം സ്വസ്ഥത വരും. அதற்கேற்றபடி நமக்கு ஒரு அழைப்பு தேவை. തക്കതായ വിളി ആവശ്യം. அதான் எபிரேயர் 5:4 வசனத்தில் എബ്രായർ 5:4 ஆரோனை போல சுயமாக அழைக்கப்படாமல் ஒருவனும் தானாக சுயமாக இந்த கனமான ஊழியத்தை செய்ய முடியும். അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും സ്വതവേ ഈ മഹത്വമേറിയ സ്ഥാനം ഏറ്റെടുക്കുന്നില്ല. இரண்டாவது பரிசுத்தாவின் அபிஷேகத்தை பெற்றுக்கொள்ள வேண்டும். അടുത്തതായി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. ലൂക്കാ 24-ാം അധികാരം 49-ാം വചനത്തെ വാസിക്കുമ്പോൾ ലൂക്കോസ് 24:49 அவர்கள் காத்திருந்து பரிசுத்தாவியை பெற்றார்கள். അവർ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. நீங்கள் பரிசுத்தாவியை பெறாமல் இந்த இடத்தை விட்டு வாங்கி போகாதீர்கள். നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ ഈ സ്ഥലം വിട്ടു பேதுருவை போன்றதான் அப்போஸ்தலர்கள் காத்திருந்து பரிசுத்தாவின் அபிஷேகத்தை பெற்றார்கள். അപ്പോസ്തലന്മാർ കാത്തിരുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. பரிசுத்தாவின் அபிஷேகம் பெற்ற பிறகுதான் இந்த ஊழியம் செய்ய முடியும். പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞിട്ട് ഈ വേല ചെയ്യാൻ കഴിയും. பரிசுத்தாவியானவர் நம்மை முற்றிலுமாக பொறுப்பெடுக்க வேண்டும். പരിശുദ്ധാത്മാവ് നമ്മുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കണം. ஆவியினால் நடத்தப்பட வேண்டும். ആത്മാവിനാൽ നടത്തപ്പെടും. ஆவியினால் நடத்தப்படுகிறவர்கள் தேவ புத்திரர்கள். ആ ദൈവാത്മാവ് നടത്തുന്നവരെ ഒരു ദൈവത്തിന്റെ പുത്രന്മാർ. சுயமாக அங்கும் இங்கும் அலைந்து கொண்டே இருப்பார். തന്നിഷ്ടപ്രകാരം അങ്ങനെയും അറിഞ്ഞു നടക്കും. ஆவியானவர் உன்னை நடத்த வேண்டும். ഞാൻ ദൈവാത്മാവിനെ നടത്തണം. ஒரு ட்ரெயின் என்ஜின் கம்பார்ட்மெண்ட் நடத்துகிறது போல ഒരു തീവണ്ടിയുടെ എഞ്ചിൻ ആ കമ്പാർട്ട്മെന്റുകളെ നടത്തി அந்த കൊണ്ടുപോകുന്നു. என்ஜினோட நடத்திப்பில் அந்த 22 கம்பார்ட்மெண்ட் 21 கம்பார்ட்மெண்ட்டுகள் காணப்படும். ആ 21 അല്ലെങ്കിൽ 22 ബോഗികളും ഈ തീവണ്ടി എഞ്ചിന്റെ നിയന്ത്രണത്തിലാണ്. அது 40 കിലോമീറ്റർ സ്പീഡിൽ ഓടിനാൽ ഇത് 40 കിലോമീറ്റർ സ്പീഡിൽ ഓട வேண்டும். എഞ്ചിന്റെ വേഗത 40 ആണെങ്കിൽ ബോഗികൾ 40 കിലോമീറ്റർ. നടത്തിപ്പ് എഞ്ചിനുக்கு தான். അതിന്റെ നടത്തിപ്പ് എഞ്ചിന് മാത്രം. பரிசுத்தாவிதான் நம்முடைய நடத்திப்பு. നമ്മുടെ നടത്തിപ്പ് പരിശുദ്ധാത്മാവ്. சுயமான நடத்திப்பு இல்ல. സ്വയം നടത്തിപ്പില്ല. ஒருவேளை கம்பார்ட்மெண்டில் சுயமான மின்சாரம் இருக்கலாம். കമ്പാർട്ട്മെന്റിന് വൈദ്യുതി ലഭിച്ചേക്കാം. ஏசி கம்பார்ட்மெண்டில் ஏசி இருக்கலாம். അവിടെ AC കോച്ചിൽ AC ഉണ്ട്. ஆனா உனக்கு நடத்திப்பு என்ஜின் தான். എല്ലാ നടത്തിപ്പ് വരേണ്ടത് എഞ്ചിനിൽ. நீ வரப்பெற்றவனாயிருக்கலாம். ഇവര് പ്രാപ്തനാകാം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ஆனாலும் சுய நடத்திப்பின்படி இந்த ஊழியம் செய்யலாக എന്നാൽ സ്വന്തം ഇഷ്ടത്തിന് அபிஷேகத்தை பெற்ற பிறகு പ്രാപിച്ചിട്ട് பரிசுத்தாவியினால் நாம் நடத்தப்பட வேண்டும். നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടും. ரோமர் 8-ாம் அதிகாரம் 14-ாம் வசனத்தை வாசிக்கிறோம். റോമർ 8:14 பரிசுத்தாவியானவர் நடத்தப்படுகிறவர்கள் தேவ புத்திரர்கள். ദൈവാത്മാവ് നടത്തുന്നവരെ ഒരു ദൈവത്തിന്റെ പുത്രന്മാർ. அடுத்த அவருடைய தகுதி என்பது അടുത്തതായി അവരുടെ യോഗ്യത 2 കൊരിന്ത്യർ 5-ാം அதிகாரம் 16-ാം വചനത്തിൻപടി 2 കൊരിന്ത്യർ 5:16 ഇത് മുതൽക്കൊണ്ട് മാംസത്തിൻപടി ആരെയും ഞാൻ അറിയേ. ഞങ്ങൾ ഇനി മുതൽ ആരെയും ജലപ്രകാരം അറിയുന്നില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ആരെയും അറിയേ. ആരെയും അറിയുന്നില്ല. അതിനകത്ത് ജാതി വ്യത്യാസമില്ല. അതുകൊണ്ടാണ് ജാതി ഭാഷ വ്യത്യാസമില്ല. വ്യത്യാസമില്ല. ഭാഷ വ്യത്യാസമില്ല. വ്യത്യാസമില്ല. ഒരു വ്യത്യാസവുമില്ല.
இது என்னோட ஜாதிக்காரன், இது என்னோட சொந்தக்காரன், இது என்னுடைய குலம் என்று நாம் சொல்லுவதில்லை. ഇത് എന്റെ ജാതി, എന്റെ സ്വന്തം, എന്റെ വർഗം എന്നൊന്നും നമ്മൾ പറയാറില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. കാരണം മാംസത്തിൻപടി ഒരുവനെയും അറിയാமல் ജീവിക്കും. കാരണം എന്ത്? ജനപ്രകാരം ഞങ്ങൾ ആരെയും ചിലരെ பார்த்தது മലയാളി സഭ, ചിലടത്ത് നോക്കിയാൽ മലയാളി സഭ, തമിഴ് സഭ, തമിഴ് സഭ, പിന്നെ തെലുങ്ക് സഭ, തെലുങ്ക് സഭ, അവരുടെ ഭാഷയ്ക്കേറ്റ സഭ, അവരുടെ ഭാഷയെ ഉൾപ്പെട്ട സഭ. അവരൊന്നും കർത്താവോട് വരേക്കൽ ദേവജനങ്ങളെ ആയത്തപ്പെടുത്താൻ മുടിയും. അവർക്ക് കർത്താവിന്റെ വരവിനായി ദൈവജനത്തെ ഒരുക്കുവാൻ കഴിയില്ല. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. മാംസത്തിൻപടി ഒരുവനെയും അറിയാமல் ജീവിക്ക வேண்டும். ആരെയും ജനപ്രകാരം അറിയാതെ ജീവിക്കുക. അടുത്ത അവരുടെ വിശ്വാസത്തിൽ ജീവിക്ക வேண்டும். അടുത്തതായി വിശ്വാസത്തിൽ ജീവിക്കണം. 1 കൊരിന്ത്യർ 5-ാം വചനത്തെ വാസിക്കുമ്പോൾ 1 കൊരിന്ത്യർ 5:5 ഞങ്ങൾ പാർവയിൽ നടവാമ വിശ്വാസത്തിൽ നടക്കണം. ഞങ്ങൾ കാഴ്ചയാൽ എല്ലാ വിശ്വാസത്താലത്തിലേക്ക് നടക്കുന്നത്. വിശ്വാസത്തിൽ നാം ജീവിക്കണം. വിശ്വാസത്തിൽ ജീവിക്കണം. എല്ലാ കാര്യങ്ങളും വിശ്വാസത്തിൽ. എല്ലാ വിശ്വാസത്താൽ മാത്രം. കൺവെൻഷൻ നടത്തിയത് നിങ്ങൾക്ക് തെരിയും. എല്ലാം വിശ്വാസത്തിൽ. നിങ്ങൾക്കറിയാം, ഈ കൺവെൻഷൻ നടത്തിയതെല്ലാം വിശ്വാസത്താൽ. ഇതിലൊരു ഡൊണേഷൻ ഇല്ല. ഇതിനെ സംഭാവന ആരുടെയും കാശ് കാട്ട് കേട്ട് വാങ്ങും. ആരോടും പണം ചോദിച്ചു വാങ്ങുന്നില്ല. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. എല്ലാം വിശ്വാസത്തിൽ. എല്ലാം വിശ്വാസത്തിൽ ജീവിക്ക வேண்டும். വിശ്വാസത്തിൽ ജീവിക്കണം. അടുത്ത ഒരു തകുതി പ്രതിഷ്ഠയുള്ളവരാകെ കാണണം. അടുത്ത യോഗ്യത പ്രതിഷ്ഠ വേണം. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. പ്രതിഷ്ഠയെന്ന് ചൊല്ലുമ്പോൾ പ്രതിഷ്ഠ എന്നാൽ ജീവനുള്ള 7 കാര്യങ്ങളെ പ്രതിഷ്ഠ പണി ജീവിക്കണം. ജീവനുള്ള 7 കാര്യങ്ങൾ പ്രതിഷ്ഠിച്ച് ജീവിക്കണം. അത് ലൂക്കാ 14:26 വാസിക്കുമ്പോൾ ലൂക്കോസ് 14:26 7 കാര്യങ്ങളെ, ജീവനുള്ള കാര്യങ്ങളെ പ്രതിഷ്ഠ പണി. അവിടെ ജീവനുള്ള 7 കാര്യങ്ങൾ പ്രതിഷ്ഠിക്കണം. തകപ്പൻ, തായ്, സഹോദരൻ, സഹോദരി, മനവി, പിള്ളകൾ സ്വന്തം ജീവനെയും വെറുക്കാവിട്ടാൽ എനിക്ക് ശ്രേഷ്ഠനായിരിക്കും. അപ്പൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ, സഹോദരങ്ങൾ, സ്വന്തം ജീവനെയും വഹിക്കുന്നില്ല എങ്കിൽ എനിക്ക് ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ജീവനുള്ള കാര്യങ്ങളെ പ്രതിഷ്ഠ പണ வேண்டும். ആകയാൽ ജീവനുള്ള ഈ കാര്യങ്ങൾ പ്രതിഷ്ഠിക്കണം. അത് മാത്രമല്ല, ഇനി ഒരു മേന്മயான പ്രതിഷ്ഠയുണ്ട്. അതിശ്രേഷ്ഠമായ പ്രതിഷ്ഠ. അത് മത്തേയു 19:12 വചനത്തെ വാസിക്കുമ്പോൾ 19:12 വായിക്കുമ്പോൾ അന്നക പ്രതിഷ്ഠയെ എന്ന പ്രതിഷ്ഠ. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അന്നകൻ എന്ന് சொன்னால் അർത്ഥം என்ன? ഷണ്ടൻ എന്നാൽ എന്ത്? அந்த വചനത്തിൽ 3 വിധ അന്നകനെ കുറിച്ച് വാസിക്കുന്നു. ആ വചന ഭാഗത്തിൽ 3 വിധ ഷണ്ടന്മാരെ കുറിച്ച് പിറവിയിൽ അന്നകനാക പിറന്ന അന്നകൻ, ജന്മനാ ഷണ്ടന്മാരായവർ. രണ്ടാമത് മനുഷ്യരാൽ അന്നകളാക്കപ്പെട്ടു. രണ്ടാമത് മനുഷ്യർ ഷണ്ടന്മാരാക്കിയവർ. മൂന്നാമത് പരലോകരാജ്യ നിമിത്തം തങ്ങളെയെ അന്നകളാക്കി കൊണ്ടവർ. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കിയവർ. അന്നകൻ എന്ന് சொன்னால் അർത്ഥം என்ன? ഷണ്ടൻ എന്നതിന്റെ അർത്ഥം അടുത്ത തലമുറയെ ഉരുവാക്ക കഴിവില്ലാത്തവൻ. വരും തലമുറ ജനിപ്പിക്കുവാൻ കഴിവില്ലാത്തവൻ. എനിക്ക് കഴിവുണ്ട്, എനിക്കതിനുള്ള കഴിവുണ്ട്. എഴുത്തിൻപടി ഞാനൊരു അന്നകനല്ല. അക്ഷരീയമായി ഞാനൊരു ഷണ്ടനല്ല. ഇമ്മാനുവേലും അന്നകനല്ല. അക്ഷരീയമായി ഇമ്മാനുവേൽ ഒരു ഷണ്ടനല്ല. ആരും അന്നകനല്ല. ഇവിടെ ഇരിക്കുന്ന ആരും ഷണ്ടന്മാരില്ല. ദേവനക്ക് മഹിമ. അടുത്ത തലമുറയെ ഉരുവാക്ക മുടിയും. ഇനി ഒരു തലമുറയെ ജനിപ്പിക്കുവാൻ കഴിയുമായിരുന്നു. ஆனால் പ്രതിഷ്ഠയിനാൽ ഞങ്ങൾ എങ്ങളെയെ പ്രതിഷ്ഠ പണിയിരുന്നു. എന്നാൽ ഈ പ്രതിഷ്ഠയാൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ അതിനായി സമർപ്പിച്ചു. അപ്പൊ പ്രതിഷ്ഠ താൻ മുഖ്യം. പ്രതിഷ്ഠയാണ് പ്രധാനം. ചിലർ പ്രതിഷ്ഠയെ അലക്ഷ്യം പണ്ടുகிறாർ. ചിലർ പ്രതിഷ്ഠയെ അവഗണിക്കുന്നു. എന്നാ പ്രതിഷ്ഠ 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 എന്ന് சொல்றீங்க? ഓ, എന്താ ഈ പ്രതിഷ്ഠ പ്രതിഷ്ഠ എന്ന് പൊക്കി പറയാൻ? പ്രതിഷ്ഠ മേന്മயான കാര്യം. പ്രതിഷ്ഠ ഉന്നതമാണ്. ഞാൻ എന്നെ പ്രതിഷ്ഠ ചെയ്തു വിട്ട്. ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിച്ചു. എന്നാ പ്രതിഷ്ഠ? എന്താണ് പ്രതിഷ്ഠ? ഇനി എന്നാൽ അടുത്ത തലമുറ ഉരുവാക്ക വേണ്ട. ഇനി എന്നിലൂടെ ഇനി ഒരു തലമുറയെ ജനിപ്പിക്കുക. വിവാഹ ജീവിതം വേണ്ട. എനിക്ക് വിവാഹ ജീവിതം വേണ്ട. അത് പരലോക രാജ്യ നിമിത്തം, അതായത് സ്വർഗരാജ നിമിത്തം, ദേവൻ നിമിത്തം, ദൈവം നിമിത്തം, സിയോൻ നിമിത്തം, സിയോന് വേണ്ടി, പരമ യെരുശലേം നിമിത്തം, സ്വർഗീയ യെരൂശലേം നിമിത്തം തങ്ങളെ അന്നകളാക മാറ്റിക്കൊണ്ടവர்கள், തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കി തീർത്തവർ. ഇതാണ് അന്നക പ്രതിഷ്ഠ. ഇതാണ് ഷണ്ടൻ. ഇതിന്റെ മേന്മയാണ് പ്രതിഷ്ഠ. ഇത് ഉന്നത പ്രതിഷ്ഠ. വിഷയം വിളങ്ങാமல் பேசாதீர்கள். കാര്യമറിയാതെ സംസാരിക്കരുത്. കല്യാണം പണിനാ ഉന്റെ പ്രശ്നമെല്ലാം മാറിവിടും എന്ന് சொல்லாதே. കല്യാണം കഴിച്ചാൽ പ്രശ്നങ്ങൾ മാറുമെന്ന് ചില പറയും. വിശ്വാസികളുടെ പേച്ച് അപ്പടിതാണ്. ചില വിശ്വാസികൾ ഇങ്ങനെയാ പറയുന്നത്. ഉപദേശം പഠിച്ച് ഇതുதான் சொல்றாங்க. കല്യാണം പഠിച്ചാൽ എല്ലാം ശരിയാകും. ചിലർ പഠിച്ചു കല്യാണം കഴിച്ചാൽ ഈ കുഴപ്പമൊക്കെ. കല്യാണം മുടിച്ച പിற்பாடு ഉന്റെ പ്രശ്നം മാറി വിട്ടതാ. കല്യാണം കഴിച്ചിട്ട് നിന്റെ കുഴപ്പങ്ങൾ മാറിയോ? നീ എത്ര പേരോട്
நீ போகிறாய், പിന്നീട് എന്തുകൊണ്ട് പരബന്ധത്തിനായി പോകുന്നു? விவாக ஜீவியம் செய்ததினால் உன்னுடைய மாംச இச்சைகளுக்கு ஒரு முடிவுண்டாகிறதில்ல. വിവാഹം കൊണ്ട് മാത്രം നിന്റെ ജഡത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല. தேவனுக்கு மகிமை. அதுக்குதான் உனக்கு ஒரு பிரதிஷ்டை தேவை, எங்களுக்கு பிரதிஷ்டை தேவை. അതിന് നിങ്ങൾക്ക് പ്രതിഷ്ഠ വേണം, ഞങ്ങൾക്ക് പ്രതിഷ്ഠ വേണം. அதான் விசுவாசிகளுக்கு ஒரு பிரதிஷ்டை தேவை. വിശ്വാസികൾക്ക് ഒരു പ്രതിഷ്ഠ. விவாக ஜீவியம் செய்தாலும் கூட വിവാഹ ജീവിതമാണെങ്കിൽ പോയി நீ பிரதிஷ்டையில் ஜீவிக்க ഈ வேண்டும். പ്രതിഷ്ഠയിൽ ജീവിക്കണം. கல்யாணம் செய்த உன் சகோதரியோடு நீ ஜீவிக்க வேண்டும். നീ വിവാഹം കഴിച്ചതിന്റെ ഭാര്യ ரகசியமான எந்த தொடர்புகளும் உனக்கு ഒരു இருக்கக்கூடாது. രഹസ്യബന്ധവും നിനക്ക് ഒട്ടും പാടില്ല. ரகசியமான பேச்சுவார்த்தைகள் இருக்கக்கூடாது. രഹസ്യ സംഭാഷണങ്ങൾ പാടില്ല. ரகசியமான கொடுக்கல் வாங்கல்கள் இருக்கக்கூடாது. രഹസ്യമായ ഇടപെടലുകൾ, ഇടപാടുകൾ, വാങ്ങലുകൾ, കൊടുക്കൽ പാടില്ല. அதெல்லாம் தவறான காரியம். എല്ലാം തികച്ചും തെറ്റ്. இன்றைக்கு எத்தனையோ பேர்கள் அப்படிப்பட்டதான ரகசிய தொடர்பில் காணப்படுகின்றார்கள். എത്രയോ പേർക്ക് ഇങ്ങനെയുള്ള രഹസ്യബന്ധങ്ങളുണ്ട്. காரணம் அவருடைய போராட்டத்துக்கு ஒரு முடிவு வர வேண்டும். അവരുടെ പോരാട്ടം ശമിച്ചിട്ടില്ല. இந்த போராட்டத்துக்கு ஒரு முடிவு வர வேண்டுமானால் പോരാട്ടം ശമിക്കണമെങ്കിൽ மத்தேயு 10ஆம் அதிகாரம் 37, 38, 39 வசனத்தின்படி நீ ஒரு பிரதிஷ்டையில் வர வேண்டும். മത്തായി 10:37 മുതൽ 39 വരെയുള്ള വചനപ്രകാരമുള്ള പ്രതിഷ്ഠയിലേക്ക് നീ വരണം. அதுதான் விசுவாசிகளோட பிரதிஷ்டை. ഇതാണ് വിശ്വാസികളുടെ പ്രതിഷ്ഠ. அது என்ன பிரதிஷ்டை? എന്താണത്? என்னை பார்க்கிலும் அதிகமாக தகப்பனையாவது தாயையாவது மகனையாவது மகளையாவது சொந்த ஜீவனையும் நேசித்தால் நீ எனக்கு சிஷ்யனாயிருக்க முடியாது. എന്നേക്കാൾ അപ്പനെയോ അമ്മയോ മകനെയോ മകളെയോ സ്വന്തം ജീവനെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് ശിഷ്യനായിരിക്കാൻ പറ്റില്ല. தேவனை நாம் நேசிக்க வேண்டும். ദൈവത്തെ സ്നേഹിക്കുന്നു. தேவ உபதேசத்தை நேசிக்க வேண்டும். ദൈവിക ഉപദേശത്തെ தேவ பிரமாணத்தை நேசிக்க வேண்டும். ദൈവിക പ്രമാണങ്ങളെ அப்போதுதான் போராட்டத்தில் இருந்து விடுதலையை பெற முடியும். അപ്പോൾ ഈ പോരാട്ടത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. ஊழியர்களாகிய நாங்கள் വേലക്കാരായ ഞങ്ങൾ பிரதிஷ்டையில் ஜீவிக்கிறோம். പ്രതിഷ്ഠയിൽ ജീവിക്കും. எங்களுக்கு விவாக ஜீவியம் வேண்டாம். ഞങ്ങൾക്ക് വിവാഹ ജീവിതം വേണ്ട. அடுத்த தலைமுறை வேண்டாம். അടുത്തൊരു തലമുറ ഞങ്ങൾക്ക് വേണ്ട. இது அவனவன் செய்கிற பிரதிஷ்டை. ഇത് അവരവർ ചെയ്യുന്ന പ്രതിഷ്ഠ. பரலோகராஜ நிமித்தம் സ്വർഗരാജ നിമിത്തം தங்களையே அன்னர்களாக மாற்றிக்கொண்டவர்கள். ഞങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കിയവർ. அது தெளிவாக நீங்கள் ഒന്ന് പഠിച്ചു பாருங்க. അത് സ്പഷ്ടമായി വായിച്ചു മനസ്സിലാക്കുക. அண்ணகன் அண்ணகன் என்று சொல்லி நீ கேவலப்படுத்தாது. ഷണ്ഡൻ ഷണ്ഡൻ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കരുത്. பரலோகராஜ நிமித்தம், അത് സ്വർഗരാജ നിമിത്തം, தேவன் நிமித்தம், ദൈവം നിമിത്തം, தேவனோட உபதேச நிமித்தம் ദൈവ ഉപദേശങ്ങൾ കാരണം நாங்களே எங்களை அன்னர்களாக மாற்றிக்கொண்டு ഞങ്ങളെ തന്നെ ഷണ്ഡന്മാരാക്കി അത് മാറ്റി. പ്രതിഷ്ഠയിനാൽ എന്നെ ഞാനേ അണ്ണകനാക മാറ്റിക്കൊണ്ടു. പ്രതിഷ്ഠയാൽ ഞാൻ എന്നെ തന്നെ ഒരു ഷണ്ഡനാക്കി തീർത്തു. രണ്ടാമത്തെ ഗ്രൂപ്പ് മനുഷ്യരാൽ തങ്ങളെ അണ്ണകളാക മാറ്റിക്കൊണ്ടവർ. രണ്ടാമത്തെ ഗ്രൂപ്പ് മനുഷ്യർ ഷണ്ഡന്മാരാക്കിയവർ. മരുന്നിനാൽ അറിവ് ചികിത്സ ഓപ്പറേഷൻ ചെയ്ത് മനുഷ്യരാൽ ഇങ്ങനെ മനുഷ്യർ ചെയ്തു. അവർ തങ്ങളെ അണ്ണകളാക മാറ്റിക്കൊള്ളുക. അവർ ഷണ്ഡന്മാരായി മാറുന്നു. അവർക്ക് സിയോനില്ല. അവർക്ക് സിയോനില്ല. ஆனால் മൂന്നാമത്തെ ഗ്രൂപ്പായ എങ്ങൾക്ക് മൂന്നാം ഗ്രൂപ്പായ ഞങ്ങൾക്ക് പരലോകത്തിൽ സിയോനിന്റെ മേന്മയാൻ ഇടത്തെ ദേവൻ വഹിച്ചു. സ്വർഗത്തിലെ സിയോൻ എന്ന അതിയുന്നതമായ സ്ഥാനം. 56-ാം അധികാരം 5-6 വസനങ്ങളെ വാസിക്കും. 56 വാക്യങ്ങളിൽ അന്നക പ്രതിഷ്ഠ ചെയ്ത ഊഴിയർകളെ കുറിച്ച് കർത്താർ சொல்லுகிறது என்னவென்றால், ഷണ്ഡന്മാരായ ശുശ്രൂഷകരെ കുറിച്ച് കർത്താവ് പറയുന്നത്, என் மதில்களுக்குள்ள இருக்கிற குமாரர் குமாரத்திகள் இடத்தை பார்க்கிலும் എന്റെ ആലയത്തിലും എന്റെ മതിലകങ്ങളിലും പുത്രി പുത്രന്മാരെക്കാൾ വിശേഷതയേറിയ നാമവും இடத்தை பார்க்கிலும் അവരെക്കാൾ மேன்மையான இடத்தையும் വിശേഷതയേറിയ നാമവും கீர்த்தியையும் ജ്ഞാപകവും என்னும் வழியாக நித்திய நாமத்தையும் கொடுப்பேன். ശാശ്വത കീർത്തിയും നാമവും നൽകും. ഈ പരലോകത്തിൽ ഒരു പെരിയ മതിലുണ്ട്. സ്വർഗത്തിൽ ഒരു വലിയ മതിൽ. தேவனுக்கு மகிமை. மதில்களுக்குள்ள குமாரரும் குமாரத்திகளும் இருக்கிறார்கள். ഈ മതിലിന്റെ അകത്ത് പുത്രന്മാർ പുത്രിമാരും. ഈ മതിലുകൾക്കുള്ള இருக்கிற കുമാരർ കുമാരത്തികൾ യാർ? ഈ മതിലകത്തുള്ളതായ പുത്രിപുത്രന്മാരാ. 2 കൊരിന്ത്യർ 6-ാം അധികാരം 16-17 വസനത്തിൻപടി 2 കൊരിന്ത്യർ 6:16-17 അവർ വേർപാട് ജീവിയം ചെയ്ത അരുമயான വിശ്വാസികൾ. അത് വേർപാട് ജീവിതം ചെയ്ത മനോഹരമായ വിശ്വാസികൾ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. അശുദ്ധമാനதை തൊടാതിരുകൾ. അശുദ്ധമാനதை ചിന്തിക്കാതിരുകൾ. അശുദ്ധമായി ചിന്തിക്കാം. അശുദ്ധமான இடத்திலிருந்து புறப்பட்டு போരും. ആ അശുദ്ധിയുടെ നടുവിൽ നിന്ന് പുറപ്പെട്ടു அப்போது நீங்கள் புறப்படும் போது അങ്ങനെ പുറപ്പെട്ടാൽ ഞാൻ உங்களுக்கு കുമാരരാ
ഞാൻ നിങ്ങളുടെ പിതാവാകും, നിങ്ങൾ എനിക്ക് കുമാരരും കുമാരത്തികളുമായിരിക്കും. ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പിതാവ്, നിങ്ങൾക്ക് പുത്രിമാരും പുത്രന്മാരുമായി. அவர்கள் தான் பரலோகத்திலே அந்த மதில்களுக்குள்ள காணப்படுகிறதான அருமையான தேவ ஜனங்கள். അതാണ് സ്വർഗത്തിലെ മതിലകങ്ങൾക്കുള്ളിലെ ദൈവ പ്രിയപ്പെട്ട. அவருடைய இடத்தை பார்த்து மேன்மையான இடத்தையும், അവർക്കുള്ളതിനേക്കാൾ ഉന്നതമായ സ്ഥാനവും, அவருடைய இடம் தான் புதிய எருசலேம். അവർക്കുള്ള സ്ഥാനം പുതിയ യെരൂശലേം. அதனை பார்த்து மேன்மையான இடம் அதுதான் சீயோன். അതിനേക്കാൾ ഉന്നതമായ സ്ഥാനമാണ് സിയോൻ. மேன்மையான இடத்தையும், ആ ഉന്നതമായ സ്ഥാനവും என்று மழியாத கீர்த்தியும், ശാശ്വത കീർത്തിയും நிறுத்தி நாமத்தையும் கொடுத்தார். നാമവും ജ്ഞാപകവും നൽകും. அதுதான் அன்னக பிரதிஷ்டையில் ஜீவித்ததான ஊழியர்களுக்கு கிடைக்க போற பிரதிபலன். ഷണ്ണത്വ പ്രതിഷ്ഠയുള്ള ശുശ്രൂഷയുടെ പ്രതിഫലമാണ്. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அந்த நம்பிக்கையில் நாம் ஜீவிக்க வேண்டும். നമ്മളാ அன்னக பிரதிஷ்டையில் ஜீவிக்க வேண்டும். ഷണ്ണത്വ പ്രതിഷ്ഠയിൽ ജീവിക്കണം. ஒருவன் இந்த அன்னக பிரதிஷ்டையை உடைத்து, ഒരാൾ ഈ ഷണ്ണത്വ പ്രതിഷ്ഠയെ ഉടച്ച്, அவன் விவாகம் செய்து, വിവാഹം കഴിച്ച്, அவன் பிள்ளைகளை எல்லாம் பெற்றெடுத்து, മക്കളെയൊക്കെ ജനിപ്പിച്ച്, ஊழியம் செய்து, വേല ചെയ്ത്, ஆத்துமாக்களை சம்பாதித்தார், ആത്മാക്കളെ നേടിയാലും இவனுக்கு நித்தியம் இல்லை, അവന് ആദിത്യതയില്ല, தேவராஜ்யம் இல்லை. ദൈവരാജ്യമില്ല. இது நான் சொல்லுகிற கருத்தல்ல. ഇത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല. லூக்கா 9ஆம் அதிகாரம் 62ஆம் வசனத்தை வாசிக்கும்போது, ലൂക്കോസ് 9:62 கலப்பமேல் கரங்களை வைத்த பிறகு കലപ്പമേൽ കൈവച്ചിട്ട് பின்னிட்டு பார்க்கிற எவனும் പുറകോട്ട് നോക്കുന്ന ഒരുത്തനും தேவராஜ்யத்துக்கு தகுதியுள்ளவனல்ல. ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. ஊழியம் விட்டு போனாலும், விவாகம் செய்தாலும் ஊழியம் செய்யலாமே என்று நீ எண்ணாதே. വേല വിട്ടു പോയാൽ, കല്യാണം കഴിച്ചാലും വേല ചെയ്യാമല്ലോ എന്ന് ചിന്തിക്കരുത്. நீ யாரோடு பிரதிஷ்டை செய்தால், നീ പ്രതിഷ്ഠ ചെയ്തത് ആരോടാണ്? நீ யாரோடு உடன்படிக்கை செய்தால், ആരോടാണ് നിയമം ചെയ്തത്? சர்வ வல்லமையுள்ள தேவாதி தேவனோடு. അത് സർവശക്തനായ ദൈവാദി ദൈവത്തോടാണ്. பாவங்களில் பெரிய பாவம் என்பது பிரதிஷ்டையை உடைத்து போகிற பாவமே பெரிய பாவம். പാപങ്ങളിൽ മഹാപാപമാണ് സ്വന്തം പ്രതിഷ്ഠയെ ലംഘിച്ചു പോകുന്നത്. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அதனால பிரதிஷ்டையை உடைக்கிறவனை பாம்பு கடிக்கும் என்று பிரசங்கி 10ஆம் அதிகாரம் 8ஆம் வசனத்தில் வாசிக்கிறோம். അതുകൊണ്ടാണ് സഭാപ്രസംഗി 10:8 വായിക്കുമ്പോൾ ഈ പ്രതിഷ്ഠയാകുന്ന മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. பிரதிஷ்டையை பாதுகாத்து ஜீவிப்போம். ആ പ്രതിഷ്ഠയെ സൂക്ഷിച്ച് ജീവിക്കും. எல்லா ஊழியர்களும் എല്ലാ വേലക്കാരും இந்த பிரதிஷ்டையை பாதுகாத்து ஜீவிച്ചു. നിങ്ങളുടെ പ്രതിഷ്ഠയെ കാത്ത് സൂക്ഷിക്കുക. எல்லா பிரதிஷ்டையும் நாம் பாதுகாக்க. നാം എല്ലാ പ്രതിഷ്ഠകളും പാലിക്കണം. கூட்டத்தில் அங்கும் இங்கும் ஓடாதே என்று சொல்லுகிறது. അതുകൊണ്ടാണ് യോഗമധ്യ അങ്ങനെ പോകരുതെന്ന് പറയുന്നത്. வயல் எடுத்துட்டு சௌகரியமான பக்கத்தில் ஓடுறது, அங்க இங்க ஓடுறது, அதெல்லாம் தவறு. ഓടുക, அதெல்லாம் தவறான காரியம். എല്ലാം തെറ്റാണ്. உன் பிரதிஷ்டையை உடைக்கிற காரியம். പ്രതിഷ്ഠയെ ലംഘിക്കുന്ന കാര്യം. பிசாசானவன் പിശാച് கிறிஸ்துவை பற்றிய உண்மையில் இருந்து உன்னை விலக்கப்படும்படிக்க அவன் பிரயாசப்படுகிறான். ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് നിന്നെ വഷളാക്കുവാൻ ശ്രമിക്കുന്നു. கற்புள்ள கன்னிகையாக தேவன் நியமித்தார். എന്നാൽ ദൈവം നിന്നെ ഒരു നിർമ്മല കന്യകയാകുവാൻ നിയമിച്ചു. ஆனா கிறிஸ்துவை பற்றிய உண்மையில் இருந்து விலக்கப்படும்படிக்க பிசாசானவன் உனக்கு விரோதமாக கிரியை செய்வான். എന്നാൽ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് വഷളാക്കുവാൻ പിശാച് പരിശ്രമിക്കുന്നു. அதான் பரிசுத்த பவுலோட பயம். ഇതാണ് വിശുദ്ധ പൗലോസിനുള്ള ഏക ഭയം. அவருக்கு பயம் ஒன்றுமில்லை. തനിക്ക് മറ്റു ഭയങ്ങളില്ല. ஆனா இவன் உண்மையை விட்டு விலகி போவானோ, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് തെറ്റുമോ, கிறிஸ்துவை விட்டு விலகுவானோ, ക്രിസ്തുവിനെ വിട്ട് അകലുമോ, கிறிஸ்துவோடு செய்த தீர்மானத்தை விட்டு விலகுவானோ, ക്രിസ്തുവിനോട് ചെയ്ത തീരുമാനങ്ങൾ ലഭിക്കുമോ, ആ തീരുമാനത്തിൻപടി ജീവിப்பதே முக்கியமான பகுதி. ആ തീരുമാനം പാലിച്ച് ജീവിക്കുന്നതാണ് அப்படி ஊழியர்கள் ஜீவித்த ഇതിനെ വിലക്കാർ தேவனுடைய வெளிப்படுத்தலின்படி, உபதேசத்தின்படி நான் சபையை நடத்த வேண்டும். സഭയെ നടത്തണം. அப்போது நீ எல்லோருக்கும் பிதாவாக காணப்படுவாய். അപ്പോൾ നീ എല്ലാവർക്കും ഒരു நீ പിതാവ്, பிதாவை போல காணப்படுவாய். നീ പിതാവിന് തുല്യനായി കാണപ്പെടും. அப்போ உனக்கு விசுவாசிகள் எல்லாரும் பிள்ளைகளாக காணப்படும். വിശ്വാസികളെല്ലാം നിന്റെ മക്കളാണ്. அப்படி தேவ சபையை நேசித்து நாம் நடத்த வேண்டும். അങ്ങനെ ദൈവസഭയെ സ്നേഹിച്ച് നടത്തുന്നു. அவர்களை சரியான உபதேசத்திலும் சத்தியத்திலும் வழி நடத்த வேண்டும். ദൈവജനത്തെ ശരിയായ ഉപദേശത്തിലും വിശ്വാസത്തിലും സത്യത്തിലും നടത്തണം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. தெய்வீக சுகத்தில் அவர்கள் காணப்பட வேண்டும். അവർ ദൈവിക രോഗശാന്തി, வேறுபாடு ஜீவியத்தில் ஜீவிக்க வேண்டும். വേർപാട് ജീവിതം നയിക്കണം. முற்றிலும் பரிசுத்தமாக்கப்படுவதில் ஜீவிக்க வேண்டும். പൂർണ്ണ വിശുദ്ധിയിൽ ജീവിക്കണം. பரிசுத்தாவியினால் സിദ്ധാത്മാവിനാൽ அவன் ஆவி ஆத்ம சரீரம் முழுவதும் குற்றமற்றதாக காக்கப்படும். ആത്മാവ് പ്രാണൻ ദേഹം അശേഷം അനിത്യമായി കാക്കപ്പെടണം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. மாംசத்தின்படி நாம் மேன்மை பாராட்ட நமக்கு ஒன்றுமில்லை. ജഡത്തിൽ
പ്രശംസിപ്പാൻ നമുക്കൊന്നുമില്ല. അതിനാൽ മാംസത്തിന്മേലും നാം ഒരു വൃത്തസേദനമുള്ളവനാകെ കാണപ്പെടാം. ആകയാൽ ഈ ജനത്തിന്റെ കാര്യത്തിൽ നാം പരിച്ഛേദനയുള്ളവരാകണം. ഫിലിപ്പിയർ 3:3 വായിക്കുന്നത് தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அந்த வசனத்தில் என்ன வாசிக்கிறோம்? അവിടെ എന്തോ വായിക്കുന്നു? அந்த வசனத்தில் விதமாக வாசிக்கிறோம். അവിടെ എങ്ങനെ നമ്മൾ വായിക്കുന്നു? தேவனின் மாம்சத்தின் மேல் நம்பிக்கையாயிராமல் ഞാൻ ജനത്തിൽ ആശ്രയിക്കാം. ஆவியினால் தேவனுக்கு ஆராதனை செய்ய ആത്മാവോട് ദൈവത്തെ ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ மேன்மை பாராட்டுகிற நாம் പ്രശംസിക്കുകയും ചെയ്യുന്ന நாமே விருத்தசேதனமுடைய നാമല്ലോ വിച്ഛേദനക്കാർ. இந்த விருத்தசேதனமுடையவராக நாம் காணப்படுகிறோம். ഈ പരിച്ഛേദനയുള്ളവരായി തീരണം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அப்படிப்பட்டவர்களால தேவன் சபையை நடத்தும். അങ്ങനെയുള്ളവരെ കൂടെ ദൈവസഭയെ നടത്തുന്നു. இந்த சபையை தேவன் பூர்ணப்படுத்தும். ദൈവം ഈ സഭയെ പൂർണ്ണമാക്കും. ஒருபோதும் சபையை தேவன் கைவிடும். കർത്താവ് തന്റെ സഭയെ ഒരു നാളും കൈവിടില്ല. ஒரு நாள் கைவிட மாட்டார். ഒരിക്കലും ഉപേക്ഷിക്കില്ല. ஆக தெய்வீக சுகத்தில் ஜீவிப்போம். ആകയാൽ ദൈവിക രോഗശാന്തി നമുക്ക് ജീവിക്കാം. தெய்வீக சுகம் என்பது ஒரு லேசான உபதேசம். ദൈവിക രോഗശാന്തി നമുക്ക് എളുപ്പമായ ഒരു ജീവിതം ഉപദേശമാണ്. நான் கோயம்புத்தூரில் அடிபட்ட போது കോയമ്പത്തൂരിൽ എനിക്കൊരു അടി കൊണ്ടപ്പോൾ எனக்கு 5 பெரிய ஆக்சிடென்ட் ഉണ്ടായിരുന്നു. എനിക്കുണ്ടായ ആക്സിഡന്റുകൾ വലുത് 5 അവിടുത്തെ കാർ കവിഴ്ന്ന് വീണു. കാർ തലകീഴ് മറിഞ്ഞു. ഒരാപത്തുമില്ല. എനിക്ക് പക്ഷെ അപകടമില്ല. പിന്നെ ബോംബെയിൽ ഒരു ആക്സിഡന്റ് ആയിരുന്നു. മുംബൈയിൽ ഒരു ആക്സിഡന്റ്, അതിലും ഒരു ആപത്തില്ല. അതിലും വലിയ അപകടമില്ല. കോയമ്പത്തൂരിൽ അടി വാങ്ങി. കോയമ്പത്തൂരിൽ അടി കൊണ്ടു. നിങ്ങൾ പലരും പാത്തിരിപ്പേരും. എന്നെ കാണാൻ വന്ന പലരുടെ മണ്ട ഉടയുന്നത് അത് പിളർന്നു. ഇനി ഞാൻ ഫോട്ടോ വെച്ചത് അതിന്റെ ഫോട്ടോ ഇപ്പോഴും മുഴു രക്തവും പോയി. രക്തമൊക്കെ വാർന്നു പോയി. ഞാൻ പരിശുദ്ധാവിൽ നിറമ്പി. ഞാൻ പരിശുദ്ധാത്മാവിൽ അന്യഭാഷ പേசுறதாக അത് വിശ്വാസി சொன்னார். ഞാൻ അന്യഭാഷ പറഞ്ഞുകൊണ്ടേ ഇരുന്നതായ ശക്തമായ അന്യഭാഷ പേசுறேன். നല്ല ഉച്ചത്തിൽ അന്യഭാഷ പറഞ്ഞു. ഞാനും അന്യഭാഷയിൽ പേசுறேன். ഞാനും അന്യഭാഷ പറഞ്ഞു. திடீர்னு அந்த அடிக்கிறவன் இந்த மைக்கு ஸ்டாண்ட் எடுத்து அந்த முதுகில் அடித்துக்கொண்டே இருந்தான். ആ മൈക്ക് സ്റ്റാൻഡ് എടുത്ത് എന്റെ മുതുകിൽ അടിച്ചുകൊണ്ട് அடிச்ச அடியில் அந்த வீல் தெறித்து போய்விட்டு അതിന്റെ അപ്പകൽ ഉരിത്തെറിച്ചു. இந்த ரோலர் வச்சு என்னை அடித்தார். ആ രണ്ട് ദണ്ട് ഉപയോഗിച്ച് கையெல்லாம் உடைக்க பார்த்தார்கள். എന്റെ കൈയെ കൊണ്ട് ഒടിക്കാൻ നോക്കി. முதுகு இங்கே அடி இங்கே அடி இங்கே அடி. എന്റെ കയ്യിലെ ഈ അസ്ഥികളിലെല്ലാം മാറി മാറി അടിച്ചു. தேவனுக்கு மகிமை. ദൈവത്തിന് മാത്രം ஒரு பிரச்சனையும் പ്രശ്നമൊന്നുമില്ല. எலும்புடைய தேவன் அனுமதிக்கவில்லை. അസ്ഥി ഒടിയുവാൻ ദൈവം അനുവദിച്ചില്ല. பரிசுத்தாவியில் நிரம்பின പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. இன்றைக்கும் தேவ கிருபையால ஆரோக்கியமாயிருக்கு. വീണ്ടും ദൈവകൃപയാൽ നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്നു. 76 വയസ്സായിവിട്ടു. ഇപ്പോൾ എനിക്ക് 76 വയസ്സായി. വയസ്സ് കേട്ട കോളാറ് വരുമേ. പ്രായത്തിൻ്റെതായ കുഴപ്പങ്ങളൊക്കെ വരുമല്ലോ. தேவனுக்கு மகிமை. ദൈവത്തിന് മാത്രം. ஆனாலும் ஒவ்வொரு நாளும் ஊழியம் 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 ஊழியம். എന്നാൽ എല്ലാ ദിവസവും വേല വേല എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഇത് പോകും. ഒക്ടോബർ മാസം 1-ാം തീയതി തുടങ്ങിയ കൺവെൻഷൻ தான். ഒക്ടോബർ 1-ന് ആരംഭിച്ച കൺവെൻഷൻ പരമ്പരയാണ്. இந்த കൺവെൻഷൻ முடியണമെങ്കിൽ മെയ് മാസം 30-ാം തീയതി தான் முடியும். മെയ് 30-ലാണ് ഇത് അവസാനിക്കുന്നത്. അങ്ങ് 2 മാസത്തെ ഒരു ഇന്റർവെൽ ഉണ്ട്. പിന്നീട് 2 മാസത്തെ ഇടവേള. ചെന്നൈയിൽ ചില ലോക്കൽ കൺവെൻഷൻ നടത്തും. അപ്പോൾ ചെന്നൈയിൽ ചില ലോക്കൽ മീറ്റിംഗുകൾ. മറ്റേപടി എല്ലാ നിങ്ങൾക്ക് തെരിയും വാരത്തിൽ 2 സെന്റർ കൺവെൻഷൻ. നിങ്ങൾക്കറിയാം, ആഴ്ചതോറും 2 സെന്റർ. കോയമ്പത്തൂർ കൺവെൻഷൻ നടന്നുകൊണ്ട് ഇപ്പോൾ സമാനമായി കോയമ്പത്തൂരിൽ പാസ്റ്റർ അങ്ങ് കൺവെൻഷൻ നടത്തിക്കൊണ്ട് കൺവെൻഷൻ നടത്തുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. അടുത്ത വാരം ചെന്നൈ കൺവെൻഷൻ. ഇനി അടുത്ത ആഴ്ച ചെന്നൈ കൺവെൻഷൻ. അത് അടുത്ത വാരം കടലൂർ കൺവെൻഷൻ. അതിനടുത്ത ബാംഗ്ലൂർ കടലൂർ കൺവെൻഷൻ. ദാരിവാൾ കൺവെൻഷൻ. പിന്നീട് ദാരിവാൾ പത്തനംതിട്ട. ദൈവത്തിന് മഹത്വം. 2 കൺവെൻഷൻ. ഈ 2 കൺവെൻഷൻ. ഇതൊക്കെല്ലാം പോയി വരുന്ന ശരീരത്തിൽ ചില കളപ്പുകൾ ക്ഷീണങ്ങൾ ബലവീനങ്ങൾ ഇറக்கலாம். അങ്ങനെയൊക്കെ പോയി വരുമ്പോൾ ശരീരം ക്ഷീണിക്കും. എനിക്കാണ് ജപിக்கிறபடி പക്ഷെ നിങ്ങളൊക്കെ എനിക്കായി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എനിക്ക് ജീവൻ ഉണ്ടാകും. എന്നിൽ ജീവൻ പെരുകുന്നു. எனக்காக ஜெபிப்பீர்களா? പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടി ஜெபிக்கிறவங்க கரங்கள் தள்ளியே சொல்லுங்க. உங்கள் ஜெபம்தான் எனக்கு ஜீவன். നിങ്ങളുടെ പ്രാർത്ഥനയാണ് എന്റെ ജീവൻ. உங்களுடைய ஜெபத்தினால தான் ஜீவிக்கிறேன். നിങ്ങളുടെ പ്രാർത്ഥനയാണ്. பேசினது உங்கள் ஜெபத்தினால். ഞാൻ സംസാരിച്ചല്ലോ നിങ്ങളുടെ പ്രാർത്ഥനയാലാണ്. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. இந்த ஊழிய மகிமையான ஊழியம். ഇത് അതിമഹത്തായ ശുശ്രൂഷ. இந்த ஊழியத்தில் எனக்கு பெரிய சந்தோஷம். ഞാൻ അതിസന്തോഷമായി 54 வருடமாக 54 വർഷമായി இந்த ஊழியம் செய்து வருகிறேன். ഞാൻ ഈ വേല ചെയ്യുന്നു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. 22-ാം വയതിൽ இந்த ஊழியத்துக்காக வந்தேன். എന്റെ 22-ാമത്തെ വയസ്സിൽ ഈ വേലയിലേക്ക് വന്നു. இப்போது 76 வயதாகிவிட்டது. ഇപ്പോൾ എനിക്ക് 76
വയസ്സ്. ഇനി ദേവൻ എത്ര വയസ്സ് തരുகிறாரോ അത്ര വർഷവും ഊഴിയം ചെയ്യ വേണ്ടി വാഞ്ചിക്കുന്നു. ദൈവം എനിക്ക് ആയുസ് നീട്ടി തരുന്നതിനനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളു. അപ്പൊ ക്രിസ്തുവുക്കുൾ മരിക്കുന്ന പരിശുദ്ധവാൻകളെ എടുത്തുകൊള്ളപ്പെട്ട ദേവൻ മഹിമയിൽ വെളിപ്പെട പോകുക. ആകയാൽ ക്രിസ്തുവിൽ മരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു തേജസ്സിൽ വരും. നാം പൂർണ്ണമാക്കപ്പെടും. ഞങ്ങൾ പൂർണ്ണരാക്കണം. കണ്ണുകളെ മൂടുക. കണ്ണുകളെ അടയ്ക്കാം. എല്ലാവരും ദേവനെ സ്തുതിപ്പോമാ. എല്ലാവരും അല്പനേരം ദൈവത്തെ സ്തുതിക്കാം. ഒരൊറ്റനോട് എല്ലാവരും ആവിൽ ദേവനെ സ്തുതിക്കാം. എല്ലാവരും ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാം. ദേവൻ നടത്തിന കൃപയാൽ കോട്ടയങ്ങൾ ദൈവം നടത്തി ദേവജനങ്ങളെ കൊണ്ടുവന്ന ദൈവജനത്തെ കൊണ്ടുവന്ന് നമ്മുടെ സഭയെ പാതുകാത്തു. സഭയെ സംരക്ഷിച്ചു. 104-ാം വർഷത്തിൽ ദേവൻ നമ്മെ കൊണ്ടുവന്ന 104-ാം ആണ്ടിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു. സന്തോഷപ്പെട്ട് കളിക്കും. സന്തോഷിച്ചാനന്ദിക്കാം. വരിക നാൾ മറ്റും കർത്താവിന്റെ വരവിനെ ഊഴിയം ചെയ്യും. 20 വരവുകൾ ചെയ്ത് വരികേട്ട് നാം കരുണയായി ഒരുങ്ങാം. ദേവൻ വെളിപ്പെട്ട സത്യത്തെപ്പടി ജീവിക്കും. കർത്താവിനെ പഠിച്ച സത്യമനുസരിച്ച് ജീവിക്കാം. കരുണയായി നമുക്ക് ഒരുങ്ങാം. കർത്താവ് നമുക്ക് ഉദവി ചെയ്യും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അനുഗ്രഹം പറഞ്ഞ് ആശീർവാദം പറഞ്ഞ് 3 ഹല്ലേലൂയ വിളിച്ച് ദൈവത്തെ സ്തുതിച്ചിട്ട് സന്തോഷമായി പിരിയാമല്ലോ. അതല്ലേ നല്ലത്. ദയവായി എഴുന്നേറ്റ് പോകരുത്. എല്ലാവരും അകത്ത് വരിക. ഞാൻ വന്ന പുറപ്പാട് എനിക്കൊരു പാട്ട് വന്നിട്ട് ഞാൻ വന്നപ്പോൾ ഒരു പാട്ട് വന്നു. പഴയ പാട്ട്. പരമേശ്വരാജന്റെ മണവാട്ടിയാകുവാൻ ക്ഷണിക്കപ്പെട്ടവരെ. പരമേശ്വരാജനെ മണവാട്ടിയാകുവാൻ ക്ഷണിക്കപ്പെട്ടവരെ. അത് നിങ്ങൾക്കെല്ലാം തിരിഞ്ഞ പാട്ട്. എല്ലാം നല്ലതുപോലെ അറിയാം. ഒന്ന് കൈതട്ടി പാടുക. നല്ലതുപോലെ കൈയടിച്ച് പാടുക. പാടുവാകെ ചേർന്ന് പാടാം. പാടും. Glory.
ഈ കോറസ് കാണണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട പാസ്റ്റർ അത് തന്നെയാണ് പാടി. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് നമുക്ക് ഈ കോറസ് ഒന്നുകൂടി നമുക്ക് പാടാം. ശിവരാജന്റെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കൺവെൻഷൻ കർത്താവ് തന്നതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സഭായവും കർത്താവ് തന്നതിനാൽ നമുക്ക് വീണ്ടും സ്തോത്രം ചെയ്യാം. നമുക്ക് ആവശ്യമായ ദൂതുകളെ കർത്താവ് നൽകി തന്നതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുന്ന ആ സഭയെ കുറിച്ചുള്ള അറിവ് നമുക്ക് തന്നതിനായി സ്തോത്രം ചെയ്യാം. ഉന്നത പദവിയിലേക്ക്, മണവാട്ടിയുടെ പദവിയിലേക്ക് ദൈവങ്ങളെ വിളിച്ചു. അതിനായി വേണ്ടി സ്തോത്രം ചെയ്യാം. ആ ഹിഗ് ബോസിനോട് ചേർന്നുകൊണ്ട് കർത്താവിന്റെ സഭയുടെ അംഗങ്ങളായി തീരുവാൻ തക്കവണ്ണം കർത്താവിനോടുകൂടി ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവമേ സഹായിച്ച വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. കർത്താവ് മണവാളെന്ന് നമുക്ക് കാണാം, മണവാട്ടിയുള്ളവൻ മണവാളൻ നമ്മൾ വായിച്ചു. ആ ഒരു പദവിയിലേക്ക്, ഉന്നത പദവിയിലേക്ക് ദൈവമേ കൊണ്ടുവന്നതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ആ പദവി എങ്ങനെ പ്രാപിക്കാനുള്ളതായ ദൈവത്തിന്റെ പദവി നമ്മളെ കേൾപ്പിച്ചതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കുന്ന ഒരു കൂട്ടമുണ്ട്. അവരാണ് മണവാട്ടി. നമുക്ക് അല്ലാത്തവർ കൊണ്ട് കൈവിടപ്പെടുന്ന സഭ രക്തസാക്ഷികളായിട്ട് മരിക്കും. ഒരു കൂട്ടരല്ലാതെയും അതേ കൈവിടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. ആ നല്ല ഗ്രൂപ്പിലായി മാറ്റപ്പെടണം. അതിനായി നീ നമ്മെ സഹായിക്കേണ്ടതിനാൽ നമുക്ക് അവരെ നടത്തുന്ന അപ്പോസ്തലന്മാരായി വിളിക്കപ്പെട്ട അനേകരുണ്ട്. ക്രിസ്തു നിമിത്തം കർത്താവിന്റെ ഷണ്ഡന്മാരായി, കർത്താവിന്റെ രാജ്യം സംബന്ധിച്ച് ഷണ്ഡന്മാരായി ചെന്നവരുണ്ട്. അവരുടെ ഉപദേശം കേട്ട് ആത്മീയ വളർച്ച പ്രാപിപ്പാൻ അനുഗ്രഹീയ കർത്താവ് സഹായിക്കേണ്ടതിനാൽ നമുക്ക് വേണ്ട സ്തോത്രം ചെയ്യാം. ഈ ശേഷം അപ്പോസ്തല ഉപദേശം കർത്താവ് വന്നിരിക്കുക, സ്തോത്രം ചെയ്യാം. അതിനെ അടിച്ചമർത്തുവാൻ, അതിനെ വെല്ലുവാൻ ലോകത്തിൽ ഒരു ശക്തിക്ക് സാധ്യമല്ല എന്ന് ചരിത്രം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും സാധിക്കില്ല. കർത്താവിന്റെ നാമം ജയിക്കണം. നമുക്ക് കരകളിൽ നമുക്ക് വേണ്ട സ്തോത്രം ചെയ്യാം. ജയശാലികൾക്ക് വേണ്ടി കർത്താവ് വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. ഇത് മാത്രമല്ല, നമ്മുടെ കൺവെൻഷൻ കൂട്ടങ്ങളെ എല്ലാം ദൈവം നടത്തി അനുഗ്രഹിച്ചു. അതിനെല്ലാം ഓർത്ത് നമുക്ക് വേണ്ടി സ്തോത്രം ചെയ്യാം. പ്രകൃതിയെല്ലാം അനുകൂലമാക്കി തന്നതിനായി സ്തോത്രം ചെയ്യാം. അതിനുവേണ്ടി ശരീരം കൊണ്ടും പണം കൊണ്ടും അധ്വാനിച്ച എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ വാഹനം പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി അയൽവാസികളുള്ളതായ എല്ലാവരുടെ സഹകരണം ഉണ്ടായിരുന്നു. അവരെയും കർത്താവ് അനുഗ്രഹിക്കണം. അതേ ദേശത്തെ കർത്താവ് അനുഗ്രഹിക്കണം. അതിനാണ് നമുക്ക് വേണ്ടി സ്തോത്രം ചെയ്യാം. അതിന് ചുറ്റുപാടുമുള്ളതായ എല്ലാ വ്യവസായ സംഘടന സ്ഥാപനങ്ങളും കച്ചവട സ്ഥലങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കപ്പെടണം. ദേശം അനുഗ്രഹിക്കപ്പെടണം. അതിനാണ് നമുക്ക് വേണ്ടി സ്തോത്രം ചെയ്യാം. ഈ കൺവെൻഷൻ നടത്തുന്നതിന് വേണ്ടി അധികാരികളിൽ നിന്നുള്ളതായ എല്ലാ അനുവാദങ്ങളും, ഇലക്ട്രിസിറ്റി,
മുതലായതെല്ലാം ഉള്ള അനുവാദങ്ങളെല്ലാം ലഭിച്ചു. പോലീസിനുള്ളതായ പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിച്ചു. അതിനെല്ലാം ഓർത്ത് നമുക്ക് കൊണ്ട് സ്തോത്രം ചെയ്യാം. സൗണ്ട് പ്രവർത്തിപ്പാണ്ടൊക്കെ ഉണ്ട്. അവരെയും കർത്താവ് സഹായിച്ചു. അതിനെല്ലാം ഓർത്ത് നമുക്ക് കൊണ്ട് സ്തോത്രം ചെയ്യാം. അതിനെ ശുശ്രൂഷയ്ക്കായിട്ട് വിധമായ സ്ഥലങ്ങളിൽ ദാസന്മാരെ കൊണ്ടുവന്നതിനായി സ്തോത്രം ചെയ്യാം. തുടർന്ന് കർത്താവിൻ്റെ പ്രവൃത്തി കൊണ്ട് കർത്താവ് എല്ലാവരെയും സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. പിതാവാദിയുടെ സ്തോത്രം ചെയ്യാം. യേശുവിന് സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവാദിയുടെ സ്തോത്രം ചെയ്യാം. കർത്താവേ സ്തോത്രം. ശ്രീ പിതാവേ, ഞങ്ങളുടെ കൺവെൻഷൻ കൊണ്ടുവന്നതെല്ലാം കർത്താവ് നടത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രകൃതിയെല്ലാം കർത്താവ് അനുകൂലമാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. സംഘർഷപൂരിതമായ ലോകത്തിൽ ക്രിസ്തുവിന്റെ സമാധാന സുവിശേഷം വിവിധമായ ഘോഷിപ്പാൻ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അത് കേട്ടനുസരിച്ചുകൊണ്ട് ക്രിസ്തുവിനുള്ളതായ സമാധാനം പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ സ്തോത്രം. സമാധാനമില്ലാത്ത ലോകത്തിന് കർത്താവിന്റെ സമാധാനം പകർന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. സുവിശേഷത്തിന്റെ വാതിലടയാനായിട്ട് പോകുന്ന ലോക സംഭവങ്ങൾ അതെല്ലാം കൃത്യമായിട്ട് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ലോക കാലഗതികളെല്ലാം നീക്കൊണ്ടിരിക്കുന്നു. ദൈവ സമകാലിക സംഭവങ്ങൾ കർത്താവിന്റെ വരവിനെ വ്യക്തമായിട്ട് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഉണർത്തപ്പെടുവാണ്ട് കർത്താവ് സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ഈ പകൽക്കാലം കർത്താവ് ആവശ്യമായ ദൈവത്തിന്റെ വചനങ്ങളെ അടിയങ്ങൾ നൽകി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എടുത്തുകൊള്ളപ്പെടുന്ന സഭയെ കുറിച്ചുള്ളതായ ആ വാക്കുകൾ കേട്ടുകൊണ്ട് ഞങ്ങൾ എടുത്തുകൊള്ളപ്പെടുന്ന സഭയുടെ കൂട്ടത്തിനായി തീരുവാൻ കർത്താവ് സഹായിക്കുന്ന ദൈവജനങ്ങളെ നിസ്സാരമായി തള്ളിക്കൊണ്ട് മുൻപോട്ട് പോവുകയല്ല. അതിന് വേണ്ടുന്ന ഗൗരവങ്ങൾ കൊടുത്തുകൊണ്ട് അത് ഹൃദയത്തിൽ സ്ഥാപിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിനാടൊരുക്കപ്പെടുവാണ്ട് ഓരോ വ്യക്തി ജീവിതങ്ങളെ അധിപതിയുമായി സഹായിക്കണം പ്രാർത്ഥിക്കുന്ന പിതാവേ സ്തോത്രം. കർത്താവിന്റെ പരിനാമഹത്വപ്പെടുത്തുന്നതോളം സഹായിച്ചു. തുടർന്ന് കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കും, പരിനാമഹത്വപ്പെടുത്തും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ കൃപയും പിതാവാകിയ ദേവനുടെ അൻപും പരിശുദ്ധാവിയാനവരുടെ ഐക്യവും പാതുകാപ്പും നമ്മുടെ എല്ലാവരോടും വിശേഷമാക ദേവസമൂഹത്തിൽ വന്ന് ദൈവിക ആശീർവാദങ്ങൾ വിടുതലയെ പറ്റ എല്ലാ ദേവജനങ്ങളോടും കൂടെ ഇന്നു മുതൽ കൊണ്ട് എന്റെക്കും ഇരുപ്പതാകെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും സ്തോത്രം, സ്തോത്രം. ശിശുക്കളെ പ്രതിഷ്ഠിക്കാനുള്ളവർ എത്രയും വേഗം இப்போது ஜெபந்தேவியானவர்கள் குமாரங்கள் பரிசுத்தவான்கள் உங்களுக்காக ஜெபிப்பார்கள். எல்லா பாஸ்டர்ஸ் எல்டர்ஸ் പ്രതിഷ്ഠിக்க വേണ്ടുന്ന ഭക്തர்கள் പിള്ളേരുமாக സ്റ്റേജിൽ മുന്നോട്ട് വാരുங்கள். ശിശുക്കളെ പ്രതിഷ്ഠിക്കാനുള്ളവർ പ്രതിഷ്ഠിക്കാനുള്ളവർ സ്റ്റേജിൽ സൈഡിൽ കൂടെ കയറി വരിക. വ്യാധികൾ സഭയ്ക്കുവാൻ നന്മയിനാൽ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കാം. മറ്റേ സ്റ്റിക്കർ എന്നിട്ട് ഇതിൽ ഇങ്ങോട്ടൊന്ന് പോവാം. വചനം കൊടുക്കുന്നത് കാശ് എടുത്തിട്ട് കിട്ടും.
കാശൊന്നും എടുത്തിട്ടില്ല ചേച്ചി. ഹസ്ബൻഡ് സുഖമില്ലാത്തതാണ്, എനിക്കും വയ്യാത്ത. അപ്പോൾ ബൈബിള് മാത്രമേ എടുത്തിട്ട് പൈസ ചെറിയ സഹായം ചെയ്തു. ഒന്നും എടുത്തിട്ടില്ല. ആരാധനയ്ക്ക് വരുന്നു. മേടിക്കാം. ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിക്കാം. ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിക്കാം. എവിടെ ഷാള് ഇതില് ഇത് ടോംസൺ ഹൗസ്. ഇത് കേട്ടോണ്ട് വഴി ടോംസന്റെ വീടിൻ്റെ ഇതാണ്. പുസ്തകമല്ല വചനം. വചന ബോർഡാ. വചനം സ്റ്റിക്കർ ലാമിനേറ്റ് ചെയ്ത് വെക്കുന്ന സ്റ്റിക്കർ പോലത്തെ വചനം ഇങ്ങനത്തെയാണ്. അല്ല ഇത് സ്റ്റാൻഡ്. ഇത് ചെയ്യാൻ വയ്ക്കാം. പിന്നെ കീച്ചൻ ഇടാം. ഈ ബോർഡാണ്. ഇത് വേണം. അല്ല അങ്ങനത്തെ ലൈറ്റ് രണ്ട് അതല്ല. സോ ഞങ്ങൾ ഇതേപോലത്തെ ലാമിനേഷൻ ചെയ്ത് വെക്കുന്നത്. പക്ഷേ ഇത് വെയിറ്റ് പറഞ്ഞ ബോർഡാണ്. അല്ല വയറ് സുഖമില്ലാതായിട്ട് അപ്പം ഇന്നലത്തേക്ക് അപ്പം ഇന്നൊക്കെ ഒന്നും കഴിക്കുന്നില്ല. എന്താണ് ഉദ്ദേശിക്കുന്നത്? വെള്ളം വിലക്കുറവാണോ? വെള്ളം ഐസ്ക്രീമും ഉണ്ട്. അതല്ല കുട്ടികളോട് പറഞ്ഞാൽ സമയമുണ്ടെന്നുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുവന്നാക്കാൻ പറയും. എന്നും അവിടെ വചന ചേച്ചി 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 ഇത് എത്ര പറഞ്ഞു? മൂന്നല്ല ഗൂഗിൾ പേ ആണ്.